നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖി. ഞാൻ ഗൗതം. എന്തായാലും നല്ലൊരു ദിവസമാണിന്ന്. നാളെ ഉത്രാടമാണ്, മറ്റന്നാൾ തിരുവോണമാണ്. നമുക്ക് വാർത്തകളിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുൻപ് ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങമാസം 18 ഊരാട നക്ഷത്രം. 2025 സെപ്റ്റംബർ മാസം 3 ബുധനാഴ്ച. രാഹുകാലം ഉച്ചയ്ക്ക് 12:23 മുതൽ 1:54 വരെ. നാളെ അങ്ങനെ ഉത്രാടം എത്തുകയാണ് അല്ലെ? ഒരു വർഷത്തെ മലയാളിയുടെ കാത്തിരിപ്പിനൊടുവിൽ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് മലയാളി ചുവട് വെക്കുകയാണ്. നമുക്ക് ഒരുപാട് ഓണം ആരവത്തിലേക്ക് കടന്നു കഴിഞ്ഞു. കാരണം ജനം TV കുടുംബത്തിന്റെ ഓണാഘോഷമായിരുന്നു ഇന്നലെ. ആ ഒരു ഓളത്തിലാണ് ഞങ്ങൾ. അതെ 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 അതെ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു പുത്തൻ പുലരിയാണ്. നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടം നോക്കിയാലോ. News headlines brought to you by Happy Jacks. Happy keeps everybody happy. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധമിരമ്പുന്നു. CPM-ന്റെ രാഷ്ട്രീയ നാടകമെന്ന് BJP. കോൺഗ്രസിലും ആശയക്കുഴപ്പം. ഔദ്യോഗിക നിലപാട് VD സതീശൻ ഇന്നറിയിക്കും. ഫാറൻസിന്റെ ബാലകോളിന്റെ പരിപാടിയാണല്ലോ. അതെ അതെ. ആ പരിപാടി ചെർലശ്ശേരി കളിയാമ്പക്കാട്ട് നമുക്ക് ആലക്കാട്ടേക്ക് സമാപിക്കാനൊരു തീരുമാനത്തിന് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനൊരു വസ്തുത എനിക്കറിയില്ല. അങ്ങനെ ഒരു ആലോചന അല്ല, അവര് ചോദിച്ചു ഇങ്ങനെ അവിടെ നമ്മള് സമാപിച്ചോട്ടെ എന്ന് ചോദിച്ചു. നമുക്കിപ്പം രാമദാസൻ, പിന്നെ മനോഹരന്റെ മോൻ, ഇവരൊക്കെയല്ലാണ് നമ്മളവിടെ വരുന്നവരാണ്, നാട്ടുകാരാണ്. അപ്പോ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അലങ്കോലപ്പെടുത്താൻ CPM. സമാപനം ക്ഷേത്രത്തിൽ നടത്തരുതെന്ന് കണ്ണൂരിൽ CPM നേതാവിന്റെ തിട്ടൂരം. ക്ഷേത്ര ഭാരവാഹിയെ ഭീഷണിപ്പെടുത്തി ലോക്കൽ കമ്മിറ്റി അംഗം. ജനം ബ്രേക്കിംഗ്. ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. ഭാരതത്തിന് ക്രൂഡ് ഓയിൽ വില കുറച്ച് റഷ്യ. കുറയുക ബാരലിന് $4 വരെ. അധിക താരിഫിൽ ന്യായീകരണവുമായി ട്രംപ്. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ. ഒന്നാം ഓണം നാളെ. സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. സമാപന ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മിസോറാമിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. സായിരംഗിൽ 52 കിലോമീറ്റർ നീളത്തിൽ റെയിൽ പാത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ രാഷ്ട്രത്തിന് സമർപ്പിക്കും. പാകിസ്ഥാനിലെ ക്വറ്റയിൽ സ്ഫോടനം. 20-ലധികം പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. ചാവേർ ആക്രമണമെന്ന സൂചന. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിന് ആശ്വാസ വിജയം. തൃശൂർ ടൈറ്റൻസിനെ തകർത്തത് 17 റൺസിന്. സെഞ്ചുറിയുമായി വിജയത്തിന് ചുക്കാൻ പിടിച്ച നായകൻ കൃഷ്ണപ്രസാദ്. എന്തായാലും നമുക്ക് പ്രധാന തലക്കെട്ടുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അയ്യപ്പ ഭക്ത സംഗമം തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 ദിവസമായി വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ സർക്കാർ പ്രതിഷേധങ്ങളോട് ഒട്ടും തന്നെ സമരസപ്പെടാൻ തയ്യാറല്ല. എന്തായാലും ആ ഒരു വെല്ലുവിളി, അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ടവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് BJP. വിശ്വാസത്തിന്റെ പുകമറ സൃഷ്ടിച്ച് നാടകം കളിക്കുകയാണ് CPM എന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ പറഞ്ഞു. വിശ്വാസികളുടെ ആഭ്യന്തര കലാപം ഏറ്റവും അധികം നടക്കുന്നത് CPM-ലാണെന്നും അവർ ജനം ഡിബേറ്റിൽ പറഞ്ഞു. അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. വിശ്വാസികളുടെ പ്രതിഷേധം കടുത്തതോടെ UDF ആശയക്കുഴപ്പത്തിലാണ്. ഔദ്യോഗിക നിലപാട് അറിയിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അതായത് വീണ്ടും ഒരു സംഘർഷ ഭൂമിയാക്കി ഈ ശബരിമലയെ മാറ്റാനുള്ള ശ്രമം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. കാരണം പന്തളം കൊട്ടാരം ഇതിനകം തന്നെ അയ്യപ്പനെ പറ്റി ഏറ്റവും ആധികാരികമായി പറയാൻ
പറ്റുന്നത് പന്തളം അവസാന കൊട്ടാരത്തിലാണ്. വാക്കാണ് പന്തളം അതെ 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 ഭഗവാൻ അയ്യപ്പൻ കളിച്ച് വളർന്ന് അവിടെ നിന്നാണ് എരുമേലിയിൽ പോകുന്നതും പിന്നീട് ശബരിമലയിലേക്ക് പോകുന്നതുമൊക്കെ. അങ്ങനെയുള്ള കൊട്ടാരം ഇപ്പോൾ തന്നെ ഈ ഭക്തസംഗമം എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. മലയരയ മഹാസഭ ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ ജ്യോതി ഉൾപ്പെടെ ഒരു കാലത്ത് തെളിയിച്ചിരുന്നത് ഈ മലയരയ മഹാസഭയാണ്. അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതും അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അതെ അതെ. അപ്പോൾ ആരാണ് ശാലിനി? ശാലിനിയുണ്ട്. നമുക്ക് അതിനു മുൻപ് ആ ഒരു പ്രതികരണം കണ്ടതിന് ശേഷം ശാലിനിയിലേക്ക് പോകാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആഭ്യന്തര കലാപം, വിശ്വാസികളുടെ ആഭ്യന്തര കലാപം കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ പാർട്ടിക്കുള്ളിൽ ഒട്ടനവധി വിശ്വാസികളുണ്ട്, ഹിന്ദു വിശ്വാസികളുണ്ട്. അവർക്ക് ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കാതെ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക, മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇന്ന് വിശ്വാസത്തിൻ്റെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, CPM വിശ്വാസികളുടെ കൂടെയാണ്, ശബരിമലയുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാടകം സൃഷ്ടിക്കുക, അതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിടുക. എന്നിട്ട് ഇവർ ആരെയാണ് ക്ഷണിക്കുന്നത് ഇതിലേക്ക്? സ്റ്റാലിനെയും അതുപോലെ സ്റ്റാലിൻ്റെ മകനെയും ഒക്കെ. തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശാലിനി, ഈ ഭക്തസംഗമം എന്ന പേരിൽ ഇപ്പോൾ ഈ സർക്കാരും ദേവസ്വം ബോർഡും നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ നിരീശ്വരവാദികളുടെ കൂട്ടായ്മയ്ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. പന്തളം കൊട്ടാരം, മലയരയ മഹാസഭയുൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ, ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ BJP തീർച്ചയായിട്ടും ധാർമ്മികമായി ഈ വിഷയം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി BJP തന്നെയാണ്. കാരണം 2018 ശബരിമലയിൽ ആചാരലംഘനം നടത്തുന്ന ഘട്ടത്തിൽ അതിനെതിരെ തെരുവിൽ അയ്യപ്പ ഭക്തർക്കൊപ്പം കേരളത്തിൽ പ്രതിഷേധിച്ച ഏക രാഷ്ട്രീയ പാർട്ടി BJP ആണെന്ന വസ്തുത നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ വിഷയം BJP ഏറ്റെടുക്കുകയാണല്ലേ? ഗൗതം, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഭക്തർക്കൊപ്പം എപ്പോഴും നിലകൊണ്ടത് BJP ആണ്. നമ്മൾ 2018 19 ഒക്കെ നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള ആചാര ലംഘനങ്ങൾ. ആ ആചാര ലംഘനം നടക്കുമ്പോൾ ഭക്തർക്കൊപ്പം നടുറോഡിലും ഒപ്പം തന്നെ ശബരിമലയ്ക്ക് സമീപത്തുമൊക്കെ പ്രതിഷേധവുമായും അമ്മമാരെ ചേർത്ത് പിടിച്ചുമൊക്കെ അവർക്കൊപ്പം നിന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിരീശ്വരവാദികളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഈ ഒരു പ്രവണതയ്ക്കെതിരെ ശക്തമായി മുന്നോട്ട് ആദ്യം തന്നെ വന്നത് BJP ആണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട്, ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം അത് നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് BJP എടുത്തിട്ടുള്ള തീരുമാനം. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം അത് ജനങ്ങൾ മനസ്സിലാക്കണം, അത് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് BJP നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെയാണ് BJP ഇനിയിപ്പോൾ കടുത്ത നിലപാടിലേക്ക് കടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ക്ഷണപത്രിക അടക്കം അടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ വിവിധ ജനപ്രതിനിധികളെയും മറ്റാളുകളെയും ഒക്കെ വിളിക്കാൻ അല്ലെങ്കിൽ ക്ഷണിക്കാനായി എത്തി തുടങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം ഘടിപ്പിക്കാൻ BJP ഒരുങ്ങുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ് BJPയുടെ വക്താവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ജനം ഡിബേറ്റിലാണ് അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അവരുടെ മാത്രമല്ല BJPയുടെ വിശ്വാസികളുടെ നിലപാടാണ് സിന്ധുമോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മലേറിയ പോലെയാണ് വിശ്വാസം, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ അത്തരത്തിൽ മലേറിയ പരത്തുന്ന കൊതുകുകളെ പോലെയാണ് എന്നൊക്കെ ഉപമിച്ച ഉദയനിധി സ്റ്റാലിനെയും ഒപ്പം തന്നെ സംസ്ഥാന പ്രതിനിധികൾ ക്ഷണിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ളവരെ ഈ പരിപാടിയിലേക്ക് ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ നേരിട്ട് പോയി ക്ഷണിച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരാണ് വിശ്വാസികൾ? ഒപ്പം തന്നെ വിശ്വാസികളെ അടിച്ചമർത്തുന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ച ഇടത് സർക്കാർ, അതേ ഇടത് സർക്കാരിനൊപ്പം നിന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശ്വാസികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും ചില പ്രതികരണങ്ങൾ നടത്തിയൊരു സാഹചര്യം. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ അത് തിരിച്ചറിയണം ജനങ്ങൾ എന്നൊരു നിലപാടാണ് ഈ ഘട്ടത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ BJP കടക്കും എന്നുള്ളതിൽ സംശയമില്ല. സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന പരിപാടി, അതായത് ഈ മാസമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 3000 അയ്യപ്പ ഭക്തരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ദേവസ്വം ബോർഡും അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആരാണ് ആ 3000-ഓളം വരുന്ന അയ്യപ്പ വിശ്വാസികൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ എന്ന ചോദ്യത്തിന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മുൻപിൽ ഉത്തരമില്ല. മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഉത്തരമില്ല. പ്രധാനമായും ഗൗതം സൂചിപ്പിച്ചതുപോലെ
പന്തളം കൊട്ടാരം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, മലയോര സമൂഹം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു നിലപാടുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ശബരിമല വലിയ രീതിയിൽ സംഘർഷഭൂമിയാകും എന്നുള്ളതിൽ സംശയമില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു സംഘർഷഭൂമിയാക്കാൻ, ശബരിമലയെ മാറ്റാൻ, വിശ്വാസികളെ അങ്ങോട്ടേക്ക് എത്തിക്കാതിരിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നുള്ള ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നു. എന്നാലും ഹൈന്ദവ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഈ ഒരു പരിപാടിയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹൈന്ദവ വിശ്വാസികൾക്ക് താല്പര്യമില്ലാത്ത, ഭക്തർക്ക് താല്പര്യമില്ലാത്ത അയ്യപ്പ സംഗമം എന്തിനു നടത്തുന്നു എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് ഗൗതമ. ഗൗതം, അതുപോലെ തന്നെയാണ്. അതായത് യുവതീ പ്രവേശനം എങ്ങനെയാണ് അന്ന് സാധ്യമാക്കിയതും ഒപ്പം തന്നെ അന്ന് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഭക്തജനങ്ങൾ നാമജപ ഘോഷയാത്രയുമായി അല്ലെങ്കിൽ നാമജപ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഒരുക്കിയ സർക്കാരാണ്. ഇപ്പോൾ സർക്കാരിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് യുവതീ പ്രവേശനം ചർച്ചയാക്കുന്നത്, എന്തിനാണ് ആ ഒരു വിഷയം ചർച്ചയാക്കുന്നത്, നമ്മൾ സുപ്രീം കോടതി കാര്യങ്ങൾ അറിയിക്കും. ഈ ഒരു രീതിയിലേക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അയ്യപ്പ ഭക്തർ ഇടയുന്നു, വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് അറിഞ്ഞപ്പോൾ അയ്യപ്പ ഭക്തർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ആ ഒരു ഘട്ടത്തിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ അവർ എത്തിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ ഗൗതം? അത് തന്നെ അതാണ്. ഒപ്പം ശാലിനി, ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. അതിനകത്ത് വളരെ രസകരമായൊരു സംഭവം, ഇന്നിപ്പോൾ ഈ VD സതീശൻ ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കുമെന്നൊരു തലക്കെട്ട് കാണുന്നു. ഈ VD സതീശൻ എന്ത് നിലപാടാണ് വ്യക്തമാക്കാൻ പോകുന്നത്? കാരണം ഈ 2018 ഇത്ര വലിയ പ്രതിഷേധം അയ്യപ്പ ഭക്തർ നടത്തുന്ന ഘട്ടത്തിൽ കതറിട്ട ഒരൊറ്റ ഒരെണ്ണത്തെ ആ വഴിക്ക് കണ്ടിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അന്ന് ജീവിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രോമിനൻറ്റ് ലീഡേഴ്സും ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. കൈ നനയാതെ മീൻ പിടിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിനാൽ അവരെന്ത് നിലപാടിനെ പറ്റിയാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ശാലിനി? ഗൗതം, അത് തന്നെയാണ് നമ്മൾ ആകാംക്ഷയോടെ മാധ്യമം കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം തുടങ്ങി ഇത്രയധികം ദിവസങ്ങളായി. കാരണം ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നു, അതിന് ദേവസ്വം ബോർഡ് പ്രധാന കണ്ണിയായി നിൽക്കുന്നു. അപ്പോൾ ഈ പരിപാടിയുടെ തീരുമാനമൊക്കെ ആയി ഏകദേശം ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിന്റെ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ 11 മണിയോടുകൂടി തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നിലവിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എന്ത് പറയുമെന്നുള്ളതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ തങ്ങളടക്കമുള്ളവർ പങ്കെടുക്കുമോ അതോ വിശ്വാസികൾക്കൊപ്പം അണിചേരുമോ എന്നുള്ളതാണ്. കാരണം ഗൗതം സൂചിപ്പിച്ചതുപോലെ 2018 ഈ പ്രതിഷേധങ്ങളും അയ്യപ്പ ഭക്തരെ അടിച്ചമർത്തുന്ന നിലപാടുകൾ പോലീസും സർക്കാരും സ്വീകരിച്ചപ്പോഴും അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ സമരവേദികളിലോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ ചേർത്ത് പിടിക്കാൻ ശബരിമലയിലേക്ക് എത്താത്ത VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ UDF നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ ഇന്ന് അറിയിക്കാനായി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളണം, ഒപ്പം സാമുദായിക സംഘടനാ പ്രതിനിധികളുടെ കേൾക്കണം. അത് കേട്ടതിന് ശേഷം മാത്രം മതി ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും UDF നേതാക്കന്മാരുടെ തീരുമാനം. ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കന്മാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കാനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തുന്നത്. അതിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള നടപടികളുമായി BJP മുന്നോട്ട് പോകുന്നു. അപ്പോൾ BJP വിശ്വാസികൾക്കൊപ്പം നിൽക്കുമ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് നയവുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തുന്നത്. കാരണം തങ്ങളും വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർത്ത് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ബാങ്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ VD സതീശൻ അടക്കമുള്ളവർ സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ UDFിനെയും മുതിർന്ന നേതാക്കന്മാരും സ്വീകരിക്കുന്നത്. എന്തായാലും നിലപാടുകൾക്ക് കാത്തിരിക്കുകയാണ്. എന്തായാലും ഒപ്പം BJP ആണ് തുടക്കം മുതൽ തന്നെ ഇതിൽ കൃത്യമായ നിലപാടും വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തത്. അവർ ഇനിയും അങ്ങോട്ട് പോകും. ഏത് തരത്തിൽ മുന്നോട്ട് പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിലും നടത്താൻ തയ്യാറാണ്. നമ്മൾ അറിയാം 2018 ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത്, യുവതി പ്രവേശനം ഒക്കെ നടക്കുന്ന സമയത്തും ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് ഭക്തർക്കൊപ്പം നിലകൊള്ളുകയും ശബരിമലയ്ക്ക് ഒരു
ഒരു കാവലാളായി നിന്നതുമൊക്കെ BJPയും യുവജന സംഘടനകളുടെ പ്രതിനിധികളും ഒക്കെയാണ്. ആ ഒരു സംരക്ഷണ കവചം ഇനിയും അയ്യപ്പ ഭക്തരുടെ കാര്യത്തിലും അയ്യപ്പന്റെ കാര്യത്തിലും ശബരിമലയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ള നിലപാട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടി ആവർത്തിക്കുന്നതോടുകൂടിയാണ് എന്ത് നിലപാടെടുക്കുമെന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിന്ന് കോൺഗ്രസ് ഇപ്പോൾ നിലപാട് പറയാനായി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നത്. അതേസമയം തന്നെ സർക്കാരിന്റെ ഈ ഒരു നടപടിയിലും ഈ ഒരു അയ്യപ്പ സംഗമത്തിലും പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഹൈന്ദവ സമൂഹം ഒന്നാകെ സർക്കാരിനെതിരെ ഇക്കാര്യത്തിൽ തിരിയുകയും ചെയ്തിട്ടുണ്ട്. ഗൗതം, നമ്മുടെ പ്രേക്ഷകരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ. പ്രദീപ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പ് ഹിന്ദു ജനത ഒറ്റക്കെട്ടായി എതിർക്കണം എന്ന്. അതോടൊപ്പം തന്നെ ശശി CR എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് അവസാനം കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ കൂടുമെന്ന്. എന്തായാലും നമ്മൾ ആ രീതിയിലുള്ള ചരിത്രം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് അന്തർദേശീയ വാർത്തകൾ. അതെ, ഐസൻ ജോസ് തയ്യാറാണ്. തീരുവ യുദ്ധത്തിൽ ട്രംപിന് വീണ്ടും തിരിച്ചടി. ഭാരതം ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ വിലയിൽ കുറവ് വരുത്തി റഷ്യ $3 മുതൽ $4 വരെ കിഴിവാണ് ബാരലിന് വരുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ അവസാനവും ഒക്ടോബറിലും നടക്കുന്ന ഇറക്കുമതിക്ക് പുതിയ നിരക്ക് ബാധകമാകും. ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതിയിൽ വിലക്കിഴിവ് കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് റഷ്യ കണക്കാക്കുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസാണ് നമുക്കൊപ്പം ചേർന്നത്. ഐസൻ, ഈ തീരുവ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റഷ്യയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ 25% നിലവിലെ ഭാരതത്തിന് അമേരിക്ക ചുമത്തിയിരിക്കുന്ന ഓഗസ്റ്റ് 27 മുതൽ ചുമത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പായിരിക്കുന്ന 50% അധിക താരിഫിൽ 25% പെനാൽറ്റി താരിഫ് എന്ന രീതിയിലാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. എണ്ണ ഇറക്കുമതി നിർത്തുന്ന വേളയിൽ ഈ നികുതി പിൻവലിക്കാമെന്ന സൂചനയാണെന്ന് ട്രംപ് നൽകിയത്. അതേസമയം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് $3 മുതൽ $4 വരെ ഒരു ബാരലിന് കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ നമുക്കറിയാം, ചൈനയിലെ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഉദ്യോഗസ്ഥ തലത്തിലെല്ലാം തന്നെ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വില കുറയ്ക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിലക്കുറവ് സ്വാഭാവികമായും ഭാരതം വാങ്ങുന്ന എണ്ണയുടെ അളവ്, ഭാരതം എണ്ണ വാങ്ങുന്നത് പല രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ആ എണ്ണ വാങ്ങുന്ന അളവിൽ കാര്യമായ വ്യത്യാസം വരുത്തുകയും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബിസിനസ് വോളിയം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ നമുക്കറിയാവുന്നതാണ്, റഷ്യയിൽ നിന്നും വൻതോതിൽ ഇറക്കുമതി ചെയ്ത മാസങ്ങളാണ് കടന്നുപോയത്. ഇനിയും ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. തീർച്ചയായും ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏത് രീതിയിലുള്ള തീരുവ ചുമത്തിയാലും ഭാരതത്തിന്റെ ഊർജ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു രാജ്യങ്ങളെ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് വളരെ കൃത്യമായി തന്നെ ഭാരതം പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായി വ്ളാഡിമിർ പുടിൻ തന്നെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഭാരതവും റഷ്യയുമായുള്ള ബന്ധത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറച്ചു പറയുകയും ചെയ്തു ഇക്കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ. അത്തരത്തിലുള്ള സംഭവവികാസങ്ങളുടെ എല്ലാം പരിണത ഫലം കൂടിയാണ്, അല്ലെങ്കിൽ അതിന് ശേഷമുണ്ടാകുന്ന ഒരു സംഭവവികാസം കൂടിയാണ് പ്രധാനമായും ഈ പറഞ്ഞ വിലയിൽ കിഴിവ് വരുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. $3 മുതൽ $4 പെർ ബാരൽ എന്ന് പറയുമ്പോൾ വൻതോതിലൊരു വിലക്കിഴിവായിരിക്കും ഉണ്ടാവുക. കുറെ കൂടി കാര്യക്ഷമമായി ഭാരതത്തിൽ എണ്ണയുടെ വിപണിയിൽ കോമ്പറ്റന്റായ പ്രൈസ് പിടിച്ചു നിർത്തുന്നതിനും മാത്രമല്ല ലോകം മുഴുവനുമുള്ള എണ്ണ ഇറക്കുമതിയെ കൃത്യമായി സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ഒരു വില നയമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഉയർത്തും തോറും ഭാരതം ശക്തമായി ഭാരതവും റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ തീരുവ വിഷയത്തിൽ ഭാരതം തീരുവ ഏർപ്പെടുത്തിയിരുന്നു എന്ന നിലയ്ക്ക് അമേരിക്ക ഒരു ന്യായീകരണമൊക്കെ നിരത്തിയല്ലോ. ഇതിന് പിന്നാലെ ഈ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകുന്നു, ഭാരതം ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ വിലയിൽ കുറവ് വരുത്തുന്നു. ഈ ഒരു കാര്യം കൂടി വരുമ്പോൾ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന തിരിച്ചടി ചെറുതല്ല എന്നുള്ളതും ശ്രദ്ധേയമല്ലേ? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ, ആ കയറ്റുമതി വോളിയത്തെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് അല്ലെങ്കിൽ കുറെ കൂടി വിദഗ്ധമായി പല ഘടകങ്ങളാക്കി മാറ്റി പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വിപണി കണ്ടെത്തുക എന്ന സ്ട്രാറ്റജിക്കായ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് റഷ്യയുമായും അതുപോലെ തന്നെ ചൈനയുമായുള്ള അതിശക്തമായ ബന്ധം തുടരുന്നതിനുള്ള തീരുമാനം ഇക്കഴിഞ്ഞ ദിവസം നടന്ന
യോഗത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉച്ചകോടികളിലും അതുപോലെ തന്നെ നേരത്തെ നമുക്കറിയാവുന്നതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിലുമെല്ലാം തന്നെ ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ ആഭ്യന്തര സാമ്പത്തിക രംഗങ്ങളിൽ കാര്യമായ ഒരു ഇടപെടൽ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു അധീശത്വം സ്ഥാപിക്കാനുള്ള ഒരു നീക്കത്തെ ശക്തമായി എതിർക്കുകയും ചെയ്യുകയാണ്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കും ആ സന്ദർഭവും ചേർത്ത് വായിക്കുമ്പോൾ ഇതിനൊരു കൃത്യമായ മറുപടിയും ലഭ്യമാകുന്നത് നമുക്കറിയാവുന്നതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ GDP വളർച്ചയുടെ അളവ് 7.8%. നേരത്തെ കണക്കാക്കിയിരുന്നത് 6.5% RBI എല്ലാം കണക്കാക്കിയിരുന്നതെങ്കിൽ കൂടി 7.8% വളർച്ചയാണ് ആദ്യ ഭാഗത്തിലുണ്ടായത്. ആ കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക സ്വാർത്ഥതകൾ നടപ്പാക്കുന്ന വേളയിൽ പോലും ഭാരതം മുന്നോട്ട് പോകുന്നു എന്നാണ്. ഈ സാമ്പത്തിക സ്വാർത്ഥത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വാഭാവികമായും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നീക്കത്തെ തന്നെയാണ്. വീണ്ടും തിരിച്ചടിയേൽക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില റഷ്യ കുറച്ചിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. പക്ഷേ ഇത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. അതായത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ എന്നല്ല രാഖി, പൊതുവെ അമേരിക്കയ്ക്ക് ഒരു പൊതു സ്വഭാവം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത് വെച്ചാൽ അവരൊരു വലിയേട്ടൻ മനോഭാവമാണ്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി അഭിപ്രായം പറയുക, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റിയില്ല. അത് വർഷങ്ങളായി നിലനിൽക്കുന്ന ആ ഒരു വലിയേട്ടൻ മനോഭാവം എന്തായാലും നരേന്ദ്രമോദി ഇല്ലാതാക്കുന്നുണ്ട്. കാരണം ഒരു പുതിയ ഭാരതത്തിൻ്റെ ശൈലിയാണ്. അതിപ്പം വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു നോക്കണം. ഇപ്പം നമ്മൾ ചൈനയോട് നല്ലൊരു സമീപനമാണ്. പക്ഷേ അതിലും ചൈന നാളെ ഒരു പ്രകോപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ നിലപാട് മാറ്റും. അല്ലാതെ ചൈന എല്ലാ കാലത്തും ഒരു മികച്ച രാജ്യമാണെന്നോ നമ്മൾ ചൈനയുടെ കൂടാണെന്നോ ഒന്നുമല്ല. അതായത് VD സവർക്കർ മുൻപ് നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം പോലാണ് നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത്, രാജ്യ താല്പര്യത്തിനാണ്, അതാണ് രാഷ്ട്ര താല്പര്യത്തിനാണ് മുൻഗണന. നമ്മളോടൊരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലാണ് നമ്മൾ തിരിച്ചു പെരുമാറേണ്ടത്. അപ്പോൾ ചൈനയാണെങ്കിലും കൊള്ളാം, അമേരിക്കയാണെങ്കിലും കൊള്ളാം, പഴയ നെഹ്റുവിൻ്റെ കാലത്തെ ഇന്ത്യയല്ല, നരേന്ദ്രമോദിയുടെ കാലത്തെ നവഭാരതം എന്ന സന്ദേശം നമ്മുടെ കരുത്തനായ പ്രധാനമന്ത്രി ലോകത്തിന് മുഴുവൻ നൽകുകയാണ്. മുഴുവൻ ഭാരതീയർക്കും അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ്. മാതൃക കൂടിയാണ് എക്കാലവും നമ്മുടെ അടുത്ത തലമുറ, നമ്മളുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത വരുന്ന ഒരു 10-20 തലമുറ നരേന്ദ്രമോദിയെ ആധുനിക ഭാരതത്തിന്റെ പിതാവ് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും. ഗൗതം, എന്തായാലും നമുക്കിനി ഡൽഹിയിലേക്ക് പോകാം. അവിടെ ജിഷ്ണു തയ്യാറാണ്. ധാക്കയിലെ അമേരിക്കൻ സാന്നിധ്യം നിരീക്ഷിച്ച ഭാരതം, അമേരിക്കൻ മുൻ അംബാസിഡറുടെ പതിവ് ബംഗ്ലാദേശ് സന്ദർശനങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. രഹസ്യാന്വേഷണ ഏജൻസികൾ ബംഗ്ലാദേശിലെ US പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അടുത്തിടെ ധാക്കയിൽ US സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലും ദുരൂഹത ഏറുകയാണ്. പോസ്റ്റ്മോർട്ടം കൂടാതെയാണ് കമാൻഡ് ഇൻസ്പെക്ടർ ജനറലിന്റെ മൃതദേഹം US എംബസിക്ക് കൈമാറിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൽഹിയിലെ ഓണവിശേഷം തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഡൽഹിയിൽ ഓണം ഇത്തവണയും? ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാവിലെ ദർശനം, അതിനുശേഷം ബ്യൂറോയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം, അങ്ങനെയൊക്കെ തന്നെയാണോ? ഗൗതം, രാഗി, നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഡൽഹിയിലെ ഓണാഘോഷം രാവിലെ നമ്മൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് മലയാളി സമൂഹത്തോടൊപ്പം ലൈവ് ഉണ്ടാകും പ്രേക്ഷകർക്ക് വേണ്ടി. ഒപ്പം ബ്യൂറോയിലും ഓണസദ്യ ഉണ്ടാകും. ഡൽഹി ഓണം നമുക്കറിയാം, ഓണത്തിൻ്റെ തിരുവോണ ദിവസം പ്രവൃത്തി ദിവസമാണെങ്കിൽ അതിനു മുൻപും അതിനുശേഷവുമുള്ള ദിവസങ്ങളിൽ ഡൽഹിയിലെ മലയാളി സമൂഹത്തിൻ്റെ ഓണാഘോഷം നമ്മൾ ജനം TV ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ വസതിയിൽ നിന്ന് തുടക്കം കുറിച്ചിരുന്നു. ഗംഭീരമായ പരിപാടി ായിരുന്നു. കേരളത്തിൻ്റെ പാരമ്പര്യ തനിമ ഒട്ടും ചോരാതെയുള്ള കളർഫുൾ ആയിട്ടൊരു ഓണാഘോഷം നമ്മൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് തുടങ്ങി വെച്ചു. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഒപ്പം ശനി ഞായർ അവധി ദിവസങ്ങളിലുമായി വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ, മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലെല്ലാം ഓണാഘോഷം രാജ്യതലസ്ഥാനത്തുണ്ട്. തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ലൈവ് ഉണ്ടാകും. അതിനുശേഷം ബ്യൂറോയിൽ ഒരു ചെറിയ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തും ഓണാഘോഷം വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. ഗൗതം, കഴിഞ്ഞ കാലങ്ങളിൽ ഡൽഹിയിലുള്ള ആളാണ്. നമ്മൾ ഒരുമിച്ച് ഓണസദ്യ ഒരുപാട് ഉണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മളത് മിസ് ചെയ്യും. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തന്നെയായിരിക്കും രാവിലെ ഓണാഘോഷത്തിന് ക്ഷേത്ര ദർശനവും ബാക്കിയുള്ള കാര്യപരിപാടികളും. ഗൗതം, എന്തായാലും ജിഷ്ണു, ഗൗതമിനെ വല്ലാതെ ഡൽഹി മിസ് ചെയ്യുന്നുണ്ട്. അല്ല രാഖി, അതിൻ്റെ സംഭവിച്ചാൽ ഡൽഹി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ ഓണം ഉണ്ടല്ലോ, അത് എനിക്ക് കേരളത്തിൽ തന്നെ ആഘോഷിക്കണം. കാരണം 9 വർഷം ഞാൻ ഡൽഹിയിൽ നിന്നപ്പോൾ പലപ്പോഴും എനിക്ക് കേരളത്തിൻ്റെ ഈ മഹത്തായ സംസ്ഥാനത്ത് ഓണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിലെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എക്കാലവും
ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഓർത്തിരിക്കുന്ന അതെ, വലിയ സൗഹൃദം. എനിക്ക് തോന്നുന്നു ഗൗതം അവിടെ 9 വർഷം ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു സമയത്ത് നല്ലൊരു റിലേഷൻസ് അവിടെ ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ബന്ധങ്ങൾ. തീർച്ചയായിട്ടും ആ ബന്ധങ്ങളൊക്കെ ഒരുപാട് ഗൗതമിന് മിസ് ചെയ്യും. എന്തായാലും നമുക്ക് ജിഷ്ണു, നമ്മൾ പറഞ്ഞു വന്നിരുന്ന വാർത്ത, ധാക്കയിലെ അമേരിക്കൻ സാന്നിധ്യം ഭാരതം നിരീക്ഷിക്കുകയാണ്. അമേരിക്കൻ മുൻ അംബാസിഡറുടെ പതിവ് ബംഗ്ലാദേശ് സന്ദർശനങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. എങ്ങനെയാണ് ജിഷ്ണു, എന്താണ് നിലവിലെ സാഹചര്യം? രാഖി, ബംഗ്ലാദേശിലെ US-ന്റെയും ചൈനയുടെയും എല്ലാം ഇടപെടൽ ഭാരതം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കാരണം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പട്ടാള ഭരണവും പിന്നീട് ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും പട്ടാളത്തിന്റെ ഭരണവും എല്ലാം ഏർപ്പെടുത്തുമ്പോഴും വളരെ കൃത്യമായൊരു ഭാരത വിരുദ്ധ നിലപാടിലേക്ക് ബംഗ്ലാദേശിന്റെ നയം മാറുന്നത് വളരെ കൃത്യമായി ഭാരതം തിരിച്ചറിഞ്ഞിരുന്നു. അത് ബംഗ്ലാദേശിന്റെ വിമോചന സമരത്തിന്റെ ചരിത്രത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് ആ വിമോചന സമരത്തിൽ ഭാരതത്തിന് യാതൊരു പങ്കുമില്ല എന്ന് നിലവിൽ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ വിമോചന സമരത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഭാരതത്തിന്റെ സൈന്യം നടത്തിയിട്ടുള്ള ആ വീരോചിതമായിട്ടുള്ള ആ പോരാട്ടം നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ മുതൽ തന്നെയും ബംഗ്ലാദേശ് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾ നിലപാടിലേക്ക് പോകും എന്ന കൃത്യമായ തിരിച്ചറിവ് ഭാരതത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി അമേരിക്കയുടെയും ചൈനയുടെയും എല്ലാം പാകിസ്ഥാന്റെയും എല്ലാം ബംഗ്ലാദേശിലെ ഇടപെടലുകൾ ഭാരതം സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് US സ്പെഷ്യൽ ഫോഴ്സിന്റെ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ടെറൻസ് ആർവെല്ലെ ജാക്സൺ ആണ് ധാക്കയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതെ ഈ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം US എംബസിക്ക് കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്റലിജൻസ് ഏജൻസികൾ വളരെ കൃത്യമായി തന്നെ ധാക്കയിൽ US ഇടപെടലുകൾ പരിശോധിക്കുന്നു. സ്പെഷ്യൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, അമേരിക്കയുടെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ സ്ഥിരമായി ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തുന്നു. ചില അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു. ഭാരതത്തെ സംബന്ധിച്ച് അതിർത്തിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക്, പ്രത്യേകിച്ച് വടക്കിഴക്കൻ മേഖലയിലേക്കും ബംഗാളിലേക്കുമെല്ലാം എത്രയും പെട്ടെന്ന് കടന്നെത്താവുന്ന കര അതിർത്തി പങ്കിടുന്ന രാജ്യം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ഈ അമേരിക്കയുടെ ഇൻട്രസ്റ്റും ഒപ്പം ചൈന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെയും ഇടപെടലുകളും ബംഗ്ലാദേശിലുള്ള പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ഭാരതം നിരീക്ഷിച്ചു വരികയാണ്. അടുത്തിടെ പാകിസ്ഥാന്റെ ഒരു ഡെലിഗേഷനും ധാക്ക സന്ദർശിച്ചിരുന്നു. അതിൽ പാക് ചാരസംഘടനയായിട്ടുള്ള ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനും ധാക്കയിലെത്തിയിരുന്നു എന്നുള്ളതാണ് ഭാരതത്തിന്റെ ഇന്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ചൈനയും കൃത്യമായിട്ടുള്ള ഇടപെടൽ ധാക്കയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഷെയ്ഖ് ഹസീന ഭരണകൂടം ബംഗ്ലാദേശ് ഭരിച്ചപ്പോൾ ഭാരതവുമായി വളരെ ഊഷ്മളമായ സൗഹാർദ്ദമായ ബന്ധം മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കും ആ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അഭയം നൽകിയതും ഭാരതമാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള വേട്ടയിൽ അതിരൂക്ഷമായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഭാരതം ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് ഒരു ഭാരത വിരുദ്ധ നിലപാടിലേക്ക് ബംഗ്ലാദേശ് കടന്നുപോകുന്നത്. ആ ഘട്ടത്തിൽ അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും എല്ലാം ബംഗ്ലാദേശിലെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും അമേരിക്കയുടെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സ്ഥിരമായിട്ടുള്ള സന്ദർശനവുമെല്ലാം തന്നെ ഭാരതത്തിന്റെ ഇന്റലിജൻസ് ഏജൻസികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. രാഖി, ധാക്കയിലെ അമേരിക്കൻ സാന്നിധ്യം ഭാരതം കർശനമായി നിരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ജിഷ്ണു ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഭാരത ചരിത്രത്തിൽ ആദ്യമായി മിസോറാമിനെ കൂടി റെയിൽവേയുടെ ഭാഗമാക്കി കേന്ദ്ര സർക്കാർ. മിസോറാമിലെ സായിരംഗ് വരെയാണ് 52 കിലോമീറ്റർ നീളത്തിൽ റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത്. വൻ മലനിരകളിലൂടെ നിർമ്മിച്ച പാത ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഉടൻ രാഷ്ട്രത്തിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി എത്തുന്ന സായിരംഗിൽ നിന്ന് R. രാജീവ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണും. ഞാനിപ്പോൾ നിൽക്കുന്നത് മിസോറാമിലെ സൈറാഗ് റെയിൽവേ സ്റ്റേഷനിലാണ്. മിസോറാമിലെ തലസ്ഥാനമായ ഐസ്വാളും കഴിഞ്ഞാണ് ഈ സൈറാഗ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ട്രെയിൻ സർവീസ് തുടങ്ങുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനുകളുടെ ഓട്ട പരിശോധനയൊക്കെ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മിസോറാമിലേക്ക് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ ഐസ്വാളും കടന്ന് ട്രെയിൻ എത്തുന്നത്. ഐസോൾ എന്ന തലസ്ഥാനവും കഴിഞ്ഞാണ് സൈറാഗിലേക്ക് ട്രെയിൻ എത്തുന്നത്. അതിനുള്ള പരീക്ഷണഘട്ടം വളരെ വിജയകരമായി തന്നെ നടപ്പാക്കി കഴിഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം ഇപ്പോൾ
പുരോഗമിച്ചുകൊണ്ടിരിക്കും. വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് റെയിൽവേ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വലിയ വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ടാണ് റെയിൽവേ ഈ റെയിൽപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 53.38 കിലോമീറ്ററാണ് ഈ റെയിൽപാതയ്ക്ക് ഉള്ളതെങ്കിൽ കൂടിയും അവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് വലിയ മലനിരകൾ തന്നെയാണ്. നിറയെ മലനിരകളുള്ള ഒരു സംസ്ഥാനമാണ് മിസോറാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് റെയിൽവേ പാത നിർമ്മിക്കുക എന്നത് വലിയ വെല്ലുവിളിയായി തന്നെ റെയിൽവേക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ഏതായാലും ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ട് റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. മാത്രമല്ല അതിലൂടെ വിജയകരമായി തന്നെ ട്രെയിൻ ഓടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റെയിൽപാതയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 150ഓളം പാലങ്ങളാണ് റെയിൽവേ ഇതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 50 തുരങ്കങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല വർഷത്തിൽ 4-5 മാസം മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിയുക. കാരണം അതിശക്തമായ മഴ മറ്റ് മാസങ്ങളിൽ ഉണ്ടാകും. വലിയ മഴ പെയ്യുകയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാകുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി ഇക്കാര്യത്തിലും നേരിട്ടിരുന്നു. ആ വെല്ലുവിളികളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് റെയിൽവേ ഏതായാലും പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ഇപ്പോൾ ട്രെയിൻ സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രെയിൻ സർവീസ് തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇനി യാത്രക്കാർക്കായി ഇത് തുറന്നു കൊടുക്കുന്നത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാത്രമാകും. അതായാലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് ഉദ്ഘാടനം ചെയ്യാനായി എത്തും. ഈ സൈറായിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 51.38 കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം ഉള്ളത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മിസോറാം ജനത വളരെ ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓട്ടത്തിലെത്തിയ ട്രെയിൻ കാണാനായി അവർ ഇവിടേക്ക് കുടുംബവുമായി ഒക്കെ എത്തുന്നുണ്ട്. സെൽഫി എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആ രീതിയിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് മിസോറാം ജനത ഉള്ളത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഒരു സ്വപ്നമായിരുന്നു ഇവിടേക്ക് ഒരു ട്രെയിൻ എത്തുക എന്നത്. ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതായത് അവരുടെ യാത്രാക്ലേശം എത്രത്തോളം പരിഹരിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. കാരണം മറ്റു മാർഗ്ഗങ്ങൾ നോക്കുകയാണെങ്കിൽ പൊതുഗതാഗത സംവിധാനം വളരെ പരിമിതമായ സംസ്ഥാനമാണ് മിസോറാം. അവിടേക്കാണ് എന്തായാലും ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാരും ഇച്ഛാശക്തി കൊണ്ട് ഒരു റെയിൽപാത നിർമ്മിക്കുകയും ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് മിസോറാം ജനത ഇപ്പോഴുള്ളത്. അതിനുശേഷം ഇവിടെ നിന്നും ട്രെയിൻ സർവീസ് യാത്രക്കാർക്കായുള്ള മിസോറാം ജനതയ്ക്കായുള്ള ട്രെയിൻ സർവീസ് ആരംഭിക്കും. വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ അതിവേഗം ഇവിടേക്ക് എത്താനുള്ള സാഹചര്യമാണ് നിലവിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ റെയിൽവേയും ഒരുക്കുന്നത്. മിസോറാമിലെ സൈറാഗിൽ നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം ആർ രാജീവ്, ജനം. ഗൗതം, എന്തായാലും മിസോറാം ജനതയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വപ്നമായിരുന്നു. വലിയ സംഭവമാണ്. ആ സ്വപ്നമാണ് അല്ലെ പ്രധാനമന്ത്രി നിറവേറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് രാഖി, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാർ CPM-കാരൊക്കെ ഈ നാട്ടിൻപുറത്തൊക്കെ നടത്തുന്ന ഒരു പ്രചരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്യുന്ന മുഴുവൻ അംബാനിക്കും അദാനിക്കും വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർ ഇതൊക്കെ കാണണം. അതായത് ഈ വാർത്ത ഇപ്പോൾ രാജീവ് ചെയ്തേക്കുന്ന ഒരു വാർത്ത കേവലം ഒരു വാർത്തയല്ല. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഓർക്കുക, നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്ര വർഷങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. ഇതുവരെ മിസോറാമിൽ റെയിൽവേ വന്നിട്ടില്ല. അത് വരാൻ ഒരു നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആകേണ്ടി വന്നു. മണിപ്പൂരിൽ ആദ്യമായിട്ട് ട്രെയിൻ വരുന്നത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. നാഗാലാൻഡിൽ ഞാൻ ഈ വടക്കിഴക്കൻ മേഖലയിൽ പോയ സമയത്തൊക്കെ കണ്ടൊരു കാര്യം, നാഗാലാൻഡിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. രണ്ടാമതൊരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇപ്പോഴാണ്. അപ്പം ഈ അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത്തരം വാർത്തകൾ സൂക്ഷ്മമായി പഠിക്കാനും നിരീക്ഷിക്കാനും ശ്രമിക്കുക. മാത്രമല്ല 13-ാം തീയതിയാണ് പ്രധാനമന്ത്രി ഈ മിസോറാമിലേക്കുള്ള ട്രെയിനിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അന്ന് അദ്ദേഹം മണിപ്പൂരിലേക്ക് കൂടി, മണിപ്പൂർ സംഘർഷഭരിതമായി നിന്നൊരു സംസ്ഥാനമാണ്, അവിടേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുന്ന 11-ാം തീയതി മുതൽ നമ്മൾ സ്പെഷ്യൽ വാർത്തകൾ വടക്കു കിഴക്കൻ മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് നൽകുന്നതായിരിക്കും. ആ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ വിഷയങ്ങളെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ ആർ രാജീവ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ നൽകും. എന്തായാലും ഗൗതം, നമുക്ക് വീണ്ടും ഡൽഹിയിലേക്കാണ് പോകേണ്ടത്. വലിയ മഴയാണ്. എന്തായാലും നമ്മുടെ ഒരു പ്രാർത്ഥന ഈ ഓണത്തിന് മഴ പെയ്യരുത് എന്നാണ്. എനിക്ക് കഴിഞ്ഞ 2-3 ഓണങ്ങൾ മഴ ഇല്ലായിരുന്നല്ലേ, പക്ഷേ മഴ ഒരു ഘട്ടത്തിൽ പ്രളയത്തിലേക്ക് വരെ എത്തിയതാണ്. അത് ചിന്തിക്കാൻ പോലും വയ്യ. ആ ഒരു ഓണത്തെ പറ്റിയൊക്കെ ഓർമ്മയില്ലേ, 2020-2021 കൊറോണയുടെയും മഴക്കാലവും പ്രളയവും കൊണ്ടുപോയി. കാരണം കാത്തിരുന്നാണ് ഒരു ഓണം വരുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഒരു വർഷം നമ്മുടെ തുടങ്ങുകയാണ് ചിങ്ങമാസത്തിൽ. അപ്പോൾ അത് ഈ മഴയിലൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വർഷം മുഴുവൻ. മാത്രമല്ല ആ ഒരു മഴ എന്ന് പറയുന്നത് അത് വലിയൊരു നാശം വിതച്ച അല്ലേ, ഒരുപാട് ജീവനുകൾ എടുത്ത ആ വർഷം ഓണം ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു. ഒരുപക്ഷെ ആ പ്രളയത്തിന് ശേഷം വസന്തം വന്നാലും നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു. അത് ഒരിക്കലും മറക്കാനാവാത്ത വലിയൊരു ദുരന്തം. അതിൻ്റെയൊക്കെ ആഘാതം മാറാത്ത നിരവധി കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും നമുക്ക് ഉത്തരേന്ത്യയിലേക്ക്
പോകാം. ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ തന്നെയാണ്. ഇപ്പോഴും ആ കനത്ത മഴ തുടരുകയാണ്. ഹിമാചൽ പ്രദേശ് മാണ്ഡിയിലെ സുന്ദർ നഗറിൽ മണ്ണിടിച്ചിലിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈന്യത്തിൻ്റെയും NDRFിൻ്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞൊഴുകി. ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, കഴിഞ്ഞ 2 ദിവസമായി വലിയ മഴയായിരുന്നു അവിടെ. ഇപ്പോഴും മഴ തുടരുകയാണോ? ഈ യമുന നദി കരകവിഞ്ഞൊഴുകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സ്ഥിതി? ജാക്കി, ഡൽഹിയിൽ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എങ്കിൽ പോലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അടുത്ത 24 മണിക്കൂറിലും ഇടവിട്ട കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ഡൽഹിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ്. യമുന നദി കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തു നിന്ന് യമുന നദിയുടെ കരയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും മാറ്റി താമസിപ്പിക്കുന്നതിനും താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. യമുന നദിയുടെ തീരപ്രദേശത്ത് നിന്ന് മുഴുവൻ ആളുകളെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹി സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കനത്ത മഴ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകെ പരിശോധിക്കുമ്പോൾ ഡൽഹിക്ക് പുറമെ ഹരിയാന, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പരക്കെ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ മാണ്ഡിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൽ 4 മരണം റിപ്പോർട്ട് ചെയ്തു. അവിടെയും 2-ലധികം വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് തകർന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സംയുക്തമായി അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മാണ്ഡിയിൽ റോഡ് പൂർണ്ണമായും തകർന്നതിനാൽ അവിടെ ചണ്ഡീഗഡ് മണാലി ഹൈവേ താൽക്കാലികമായി അടച്ചിരുന്നു. ജമ്മു കാശ്മീരിലും സമാനമായ അവസ്ഥയാണുള്ളത്. താവി, ചെനാബ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. താവി നദി അപകടനിലയും കഴിഞ്ഞുകൊണ്ട് കരകവിഞ്ഞൊഴുകുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഭാരതം പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ മലയോര മേഖല, അതായത് ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന മാർഗനിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വിനോദസഞ്ചാരികളാണെങ്കിലും തീർത്ഥാടകരാണെങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ഒപ്പം സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പരിശോധിച്ച് മാത്രം യാത്ര ക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിക്ക് പുറമെ പല സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അവിടങ്ങളിലും ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 24 മണിക്കൂർ കൂടി ഈ സംസ്ഥാനങ്ങളിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇടവിട്ട കനത്ത മഴ തുടരും എന്നാണ് വ്യക്തമാക്കിയത്. ഡൽഹിയെ സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും യമുന നദി കരകവിഞ്ഞൊഴുകുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. രാഖി. ശരി ജിഷ്ണു, ഡൽഹിയിൽ കനത്ത മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അല്പം ഒരു ആശ്വാസം നൽകുന്ന വാർത്ത. ഒപ്പം ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സൈന്യത്തിൻ്റെയും NDRFിൻ്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയുമാണ്. ഒപ്പം യമുന നദി കരകവിഞ്ഞൊഴുകുകയാണ്. ഈ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഈ പ്രളയ പ്രശ്നങ്ങൾ വർഷങ്ങളായി തന്നെ ഉള്ളതാണ്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ്, ഉത്തരാഖണ്ഡ്. പക്ഷെ കേരളത്തിൽ അത് അടുത്ത കാലത്താണ്. എന്തായാലും ഗൗതം, നമ്മൾ ഈ മിസോറാമിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ആക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു പ്രേക്ഷകൻ രാജ് CNR ശിവദ, അദ്ദേഹം പറയുന്നുണ്ട് വികസനം വേണ്ട, ഇവിടെ കിറ്റ് മതിയെന്ന്. അപ്പം ഉഷ നെല്ലൂർ പറയുന്നുണ്ട് ഞങ്ങൾ കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന്. എന്തായാലും കിറ്റ് മതിയെന്നാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് കൂടി നോക്കാം. ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ച കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്ന് ED. ദേവികുളം മുൻ തഹസീൽദാർ ഷാജി ഉൾപ്പെടെയുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും. മുഖ്യപ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്യു കുഴൽനാടൻ MLAയ്ക്കും സമൻസ് അയക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ED. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു നൽകും. രേഷ്മ, ED ഇപ്പോൾ കൂടുതൽ നടപടി കടുപ്പിക്കുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അതായത്
അതായത് മാത്യു കുഴൽനാടൻ MLA പ്രതിയായിട്ടുള്ള കേസാണ് ഈ ചിന്നക്കനാൽ ഭൂമി, സർക്കാരിന്റെ ഭൂമി കയ്യേറ്റ കേസ്. അതിൽ ആദ്യം വിജിലൻസ് അന്വേഷണം നടത്തി ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അതായത് മാത്യു കുഴൽനാടൻ MLAയും ചില സുഹൃത്തുക്കളും ചേർന്നാണ് 2022 ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത്. അതിന്റെ ഭൂമി അത് കയ്യേറിക്കൊണ്ടായിരുന്നു ഈ റിസോർട്ട് നിർമ്മിച്ചതെന്നുള്ള കാര്യം MLAക്കടക്കം വ്യക്തമായിരുന്നു. എന്നിട്ടും പോക്കുവരവ് നടത്തി എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിജിലൻസിന്റെ FIRനെ തുടർന്ന് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും പ്രാഥമികമായിട്ട് ചിലരെയൊക്കെ തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കേസിന്റെ അതായത് ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള, നേരത്തെ വിജിലൻസ് കേസിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള മുൻ ദേവികുളം തഹസിൽദാർ ഷാജിയെ ചോദ്യം ചെയ്യാനായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. ഷാജിയെ ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് മറ്റു ചിലരെയും കൂടി ചോദ്യം ചെയ്യും. അതിന് ശേഷമായിരിക്കും മാത്യു കുഴൽനാടൻ MLAക്ക് സമൻസ് അയക്കുക. സമൻസ് അയച്ചതിനു ശേഷം ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്യും. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നത് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ടോ ക്രമക്കേടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് MLA. വിജിലൻസ് ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും അതായത് രേഖകളടക്കം ED പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ് നിരവധി പേരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും മുഖ്യപ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം ഈ കേസിലെ 16ാം പ്രതിയായിട്ടുള്ള മാത്യു കുഴൽനാടൻ MLAക്ക് സമൻസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യാനായിട്ട് ED തയ്യാറാകും. എന്തായാലും 2012 കാലഘട്ടം മുതൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ MLA അടക്കമുള്ള ആളുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഇനി നോക്കാനായിട്ടുള്ളത്, അതായത് EDയുടെ അന്വേഷണം പോകുന്നത് റിസോർട്ട് വാങ്ങിയത് എവിടെ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ്, ആ പണത്തിന്റെ സ്രോതസ്, ബിനാമി ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്തായാലും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മാത്യു കുഴൽനാടൻ MLA കൃത്യമായിട്ട് ഈ പോക്കുവരവ് നടത്തിയത് ഭൂമി കയ്യേറിക്കൊണ്ടുള്ള ഈ ഒരു റിസോർട്ട് നിർമ്മിച്ചു എന്നുള്ള ആ ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ പോക്കുവരവ് നടത്തി. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ വിജിലൻസ് ഈ കേസുമായി മുന്നോട്ട് പോയ സമയത്ത് വലിയ രീതിയിൽ UDF അടക്കം പ്രതിരോധത്തിലായിരുന്നു. അതിനുശേഷമാണ് ED ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തത്. എന്തായാലും EDയുടെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇനി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലാണ് മുൻ ദേവികുളം തഹസിൽദാരായിട്ടുള്ള ഷാജിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതിനുശേഷം വീണ്ടും പ്രതിപട്ടികയിൽ 16ാം സ്ഥാനത്തുള്ള MLA മാത്യു കുഴൽനാടനെയും ചോദ്യം ചെയ്യും. എന്തായാലും കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉള്ളത്. ഓക്കെ രശ്മ, വരുന്ന ബുള്ളറ്റിനുകളിൽ നമ്മൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തേടാം. ചിന്നക്കനാൽ ഭൂമി കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു പങ്കുവച്ചത്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. വിവാദങ്ങൾക്കിടെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തലസ്ഥാനത്ത് തുടക്കമാകും. 30-ലധികം വേദികളിലായി 7000-ലധികം കലാകാരന്മാർ 7 ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളിൽ അണിനിരക്കും. 9-ാം തീയതി നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ഓണം വാരാഘോഷത്തിന് സമാപനമാകും. സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കും. വിവരങ്ങളുമായി ശാലിനി ചേരും. അതിനു മുൻപ് ഗൗതം, എനിക്ക് തോന്നുന്നു ഈ ഓണത്തിന് തിരുവനന്തപുരത്താണ്. അതെ 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 ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ മാധ്യമ വാർത്തകളിലൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ എല്ലാവർക്കും ഉത്സവമാണ്. പക്ഷേ നമ്മൾ ഈ സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് അല്പം ഒന്ന് സ്പെഷ്യൽ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അറിയാം. ഞാൻ പത്തനംതിട്ടയാണ്. ഞങ്ങൾക്ക് ഈ തിരുവോണം വലിയ സംഭവമാണ്. അത് കുടുംബത്തിനൊപ്പം. പക്ഷെ ഞങ്ങളുടെ ഓണം എന്നാണെന്നറിയോ ശരിക്കും? എന്നാണ് ആറന്മുളയിൽ പള്ളിയോടങ്ങളുടെ ഒരു വലിയ മഹാസംഗമം വരാൻ പോവുകയാണ്. ആ പള്ളിയോടങ്ങൾ എത്തി ആ ഉത്രാടം നാളിൽ ഓണം അവിടെയാണ് ശരിക്കും പറഞ്ഞത്. അതോടുകൂടിയാണ് കേരളത്തിൽ ഓണം അവസാനിക്കുന്നത്. പിന്നീട് ഒരു വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പോൾ നമുക്ക് ശാലിനിയിലേക്ക് പോയാലോ? ശാലിനി അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ശാലിനി, എങ്ങനെയാണ് ഓണാഘോഷം? ഒരു ഓണത്തിൻ്റെ വൈബിലേക്ക് പോകുകയാണല്ലോ നമ്മുടെ തലസ്ഥാനം. പറയൂ.
ഗൗതമും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓണം വൈബിലേക്ക് കേരളം എത്തി. പക്ഷേ തിരുവനന്തപുരത്ത് പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഓണം വൈബ് അത്ര കാര്യമായി മുൻ വർഷത്തെ പോലെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ ഓണം വൈബ് ശക്തമായി എത്തും. ഒപ്പം തന്നെ പൊളിമൂഡിലേക്ക് തലസ്ഥാന നഗരം മാറാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഔദ്യോഗിക ചടങ്ങുകൾ തുടക്കമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു ചടങ്ങ് വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിനെ മാറ്റുകൂട്ടാൻ മുഖ്യ അതിഥികളായി തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങൾ എത്തുന്നുണ്ട്. പ്രധാനമായും മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ ഇപ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ബേസിൽ ജോസഫ് മുഖ്യ അതിഥിയായി എത്തുന്നുണ്ട്. തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് രവി മോഹൻ, ജയൻ രവി എന്നറിയപ്പെടുന്ന രവി മോഹനും ഈ പരിപാടിയുടെ മാറ്റുകൂട്ടാനായി തലസ്ഥാനത്തേക്ക് എത്തും. കൂടാതെ തന്നെ വിവിധ വാദ്യ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി വിവിധ ബാൻഡുകളുടെ പരിപാടികൾ കൂടി ഇന്ന് കനകക്കുന്നിൽ നിശാഗന്ധിയിൽ തുടങ്ങുന്നുണ്ട്. അപ്പം തന്നെ തലസ്ഥാന നഗരത്തിലേക്ക് ഓണം വൈബ് എന്ന് പറയുമ്പോൾ അത് ഈ ലൈറ്റും ഒക്കെയുള്ള ഒരു വലിയ വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ള ആഘോഷങ്ങളാണ്. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടി ആ വർണ്ണക്കാഴ്ചകൾക്ക് ഔദ്യോഗികമായി തുടക്കമിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ കലാപരിപാടികൾ കൂടി ഒരുങ്ങുകയാണെങ്കിൽ 33 വേദികളിലായി വലിയ രീതിയിലുള്ള ഓണാഘോഷ ചടങ്ങുകൾക്കാണ് ഒരാഴ്ചക്കാലം ഇനി തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 1000-ഓളം വരുന്ന കലാകാരന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 7 രാത്രികളിൽ അത് ഡാൻസും പാട്ടും ബാൻഡുകളുടെ പരിപാടികളും ഒപ്പം തന്നെ എക്സിബിഷനുകളും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഒക്കെയായി 33 വേദികൾ നമ്മുടെ തലസ്ഥാനത്ത് ഇന്നിപ്പോൾ ഔദ്യോഗികമായി ഓണാഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. ഇനി നമുക്ക് 2 ദിവസം ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ല എന്ന് പറയാം. കാരണം ലൈറ്റ്സും എല്ലാ സ്റ്റേജുകളിലും പരിപാടികളാണ്. നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഒരുപാട് സ്റ്റേജ് ഷോകൾ നടക്കും. അങ്ങനെ കുടുംബത്തോടെ പോകുക, അതാണ് നമുക്ക് പറയാനുള്ളത്. വിവാഹം കഴിച്ചവരൊക്കെ കുടുംബമായി പോയി പരിപാടികളൊക്കെ ആസ്വദിച്ച് വരിക. കാരണം ഓണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന, അത് പൂർണ്ണമായി ആഘോഷിക്കാൻ പറ്റുന്ന നന്മയുടെ ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ നന്മയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അതിനെ ആ നിലയിൽ കണ്ടുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കണം. നമ്മൾ ഈ നന്മയെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഒരു വരും തലമുറ അല്ലെ, നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. ആ ഒരു രീതിയിലേക്ക് അടുത്ത തലമുറ അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം നൂറ്റാണ്ടുകൾ ഈ സംസ്കാരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ രാഷ്ട്രം നിലനിൽക്കത്തുള്ളൂ. അതാണ് നമുക്ക് മുൻപേ സഞ്ചരിച്ചവർ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള പാഠം. രാഖി, ഏതാണ്ട് 1 മണിക്കൂർ കഴിയുന്നല്ലേ വാർത്ത പുലരി തുടങ്ങിയിട്ട്? നമുക്ക് എന്തായാലും ഈ മണിക്കൂറിലെ തലക്കെട്ടുകളൊന്നും നോക്കി വരാം. News headlines brought to you by Happy Jacks. Happy keeps everybody happy. ധാക്കയിലെ അമേരിക്കൻ സാന്നിധ്യം നിരീക്ഷിച്ച് ഭാരതം. അമേരിക്കൻ മുൻ അംബാസിഡറുടെ ബംഗ്ലാദേശ് സന്ദർശനങ്ങളും സംശയ സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധം ഇരമ്പുന്നു. CPM-ന്റെ രാഷ്ട്രീയ നാടകമെന്ന് BJP. കോൺഗ്രസിലും ആശയക്കുഴപ്പം. ഔദ്യോഗിക നിലപാട് VD സതീശൻ ഇന്നറിയിക്കും. ബാലഗോപാലത്തിന്റെ പരിപാടിയാണല്ലോ. അതെ അതെ. ആ പരിപാടി ചെർലശ്ശേരി കളിയാമ്പക്കാർ കമ്മിറ്റി ആലക്കാട്ടേക്ക് സമാപിക്കാനൊരു തീരുമാനത്തിന് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി വസ്തുത എനിക്കറിയില്ല. അങ്ങനെ ഒരു ആലോചന അല്ല, അവര് ചോദിച്ചു ഇങ്ങനെ അവിടെ നമ്മള് സമാപിച്ചോട്ടെ എന്ന് ചോദിച്ചു. നമുക്കിപ്പം രാമദാസൻ, പിന്നെ മനോഹരന്റെ മോൻ, ഇവരൊക്കെയല്ലാണ് നമ്മളവിടെ വരുന്നവരാണ്, നാട്ടുകാരാണ്. അപ്പോ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അലങ്കോലപ്പെടുത്താൻ CPM. സമാപനം ക്ഷേത്രത്തിൽ നടത്തരുതെന്ന് കണ്ണൂരിൽ CPM നേതാവിന്റെ തിട്ടൂരം. ക്ഷേത്ര ഭാരവാഹിയെ ഭീഷണിപ്പെടുത്തി ലോക്കൽ കമ്മിറ്റി അംഗം. ജനം ബ്രേക്കിംഗ്. ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. ഭാരതത്തിന്റെ ക്രൂഡ് ഓയിൽ വില കുറച്ച് റഷ്യ. കുറയുക ബാരലിന് $4 വരെ. അധിക താരിഫിൽ ന്യായീകരണവുമായി ട്രംപ്. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ. 1-ാം ഓണം നാളെ. സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. സമാപന ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും.
മിസോറാമിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. സായിരംഗിൽ 52 കിലോമീറ്റർ നീളത്തിൽ റെയിൽ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ രാഷ്ട്രത്തിന് സമർപ്പിക്കും. പാകിസ്ഥാനിലെ ക്വറ്റയിൽ സ്ഫോടനം, 20-ലധികം പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. ചാവേർ ആക്രമണമെന്ന് സൂചന. ഗൗതം, എന്തായാലും നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂർ വാർത്തകൾ ചർച്ച ചെയ്യുകയായിരുന്നു. എന്തായാലും 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഇന്ന് പുത്തൻ പുലരിയിൽ അതിഥിയായി ചലച്ചിത്ര പിന്നണി ഗായികയും അവതാരകയുമായ JR ദിവ്യ നായർ ഉണ്ട്. ദിവ്യ, സ്വാഗതം. ദിവ്യ എവിടെയാണ് സ്വദേശം? ദിവ്യ ഗായികയാണ്, ഒപ്പം മലയാളത്തിലും തെലുങ്കിലും പാടിയിട്ടുമുണ്ട്. നിരവധി സംഗീതം പഠിച്ചാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെ, നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്യാറുണ്ട്. ഒരു വോയിസ് ആർട്ടിസ്റ്റാണ്, ഒപ്പം ആഡ്സിന്, പരസ്യങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യം നമുക്ക് ദിവ്യ ഒന്ന് പരിചയപ്പെടാം. ഒരുപാട് സന്തോഷം ഈ ഒരു ഓണവേളയിൽ ജനം TV കൂടാൻ സാധിച്ചതിന് ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിലുള്ള യുവജനോത്സവത്തിൽ നിന്നുമാണ് ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷം എൻജിനീയറിങ്ങിനൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഈ ഫീൽഡിലേക്ക് സജീവമാകുന്നത്. തുടങ്ങുന്നത് സ്റ്റേജ് ഷോസിലൂടെയാണ്. സ്റ്റേജ് ഷോസ് ഒരുപാട് ചെയ്തതിന് ശേഷമാണ് സിനിമകൾ ലഭിക്കാൻ തുടങ്ങിയത്. മലയാളം, തെലുഗു ഭാഷകളിൽ സിനിമകൾ പാടിയിട്ടുണ്ട്. പിന്നെയും ഷോസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ബാൻഡ് ഉണ്ട്, അങ്ങനെയും കുറേ പരിപാടികൾ ചെയ്യാറുണ്ട്. മൂവീസിന് പുറമെ ആൽബംസ്, അല്ലാത്ത ഡിവോഷണൽസ് ചെയ്യാറുണ്ട്. പിന്നെ ആഡ്സ്, നല്ല ബ്രാൻഡിലുള്ള ആഡ്സൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഒരു ആങ്കറുമാണ്. ഇതാണ് എന്നെക്കുറിച്ച് ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് തിരക്കുള്ള ഒരു ഗായിക കൂടിയാണ് എന്ന് പറയുകയാണ്. കാരണം ഒരുപാട് ജോലികൾ ഒരേ സമയം ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് അധികം പറഞ്ഞ് ചടപ്പിക്കണ്ടല്ലേ, കാരണം നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ദിവ്യ ഒരു പാട്ടിലേക്ക് പോകാം. ഓക്കെ, ഓണം ആയതുകൊണ്ട് ആദ്യം ഞാനൊരു ഓണപ്പാട്ടിനെ പാടാം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ദിവ്യ ഒരു വളരെ കുട്ടിക്കാലം മുതൽ 6 വയസ്സ് മുതൽ കർണാടിക് സംഗീതം അഭ്യസിക്കുന്നതാണ്. അതും ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഗുരുക്കന്മാർക്കൊപ്പം. ഓമനക്കുട്ടി ടീച്ചറായാലും ആലപ്പി ശ്രീകുമാർ ആയാലും എങ്ങനെയായിരുന്നു ഒരു വിദ്യാഭ്യാസമൊക്കെ? സംഗീതത്തിൻ്റെ വിദ്യാഭ്യാസമല്ലേ ചോദിച്ചത്? അതെ. ഞാൻ 7 വയസ്സ് തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. 4 വയസ്സ് തൊട്ടേ ഇങ്ങനെ പാടുമായിരുന്നു സ്കൂളിലൊക്കെ. അമ്മയാണ് ആദ്യം പാട്ട് പഠിപ്പിച്ചു തരുന്നത്. അമ്മ പാട്ടുകാരിയൊന്നുമല്ല, അമ്മ പാട്ടൊക്കെ എഴുതിയെടുത്ത്. അമ്മയ്ക്ക് ഭയങ്കര സംഗീതത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ അപ്പൂപ്പനാണെങ്കിലും ഒരു ഓൾറൗണ്ടറായിരുന്നു. സംഗീതം, അങ്ങനെ പല പല നാടകം സംവിധാനം ചെയ്യും, എഴുതും, അങ്ങനെ ഒരുപാട് മൾട്ടി ടാലൻ്റ് ആയിരുന്നു അപ്പൂപ്പൻ. അങ്ങനെ അതിനോടുള്ളൊരു ഇതാണ് എനിക്ക് കലയോടുള്ളൊരു താല്പര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഓമനക്കുട്ടി ടീച്ചറാണ് എന്നെ തുടങ്ങിക്കുന്നത്. അതിനുശേഷം ആലപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ അടുത്താണ് തുടർന്നുള്ള സംഗീത വിദ്യാഭ്യാസം ഉണ്ടായത്. അപ്പം ദിവ്യ തന്നെ പറഞ്ഞു, അപ്പൂപ്പൻ സർവകലാവല്ലഭനാണ്. അപ്പോൾ ആ കഴിവാണ് ദിവ്യയും കിട്ടിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ഈ ചലച്ചിത്ര രംഗത്തേക്ക് എങ്ങനെയാണ്? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളരിക്കാപട്ടണം എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്കുള്ളൊരു പ്രവേശനം. അതേപ്പറ്റി കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയും. ഓക്കെ, വെള്ളരിക്കാപട്ടണം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയാണ് ചെയ്തത്, പാടിയിട്ടില്ല. KK ശൈലജ മാമിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അതൊരു ക്ലൈമാക്സ് സീനായിരുന്നു. ഒരു ജേർണലിസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചത്.
അതായിരുന്നു അഭിനയ രംഗത്ത് ആദ്യമായിട്ട് ആ സിനിമയിലൂടെയാണ് വന്നത്. പക്ഷേ അതിന് മുന്നേ ഒരുപാട് ദൂരദർശൻ പ്രോജക്ട്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഗീത വീഡിയോസിൽ ഒരുപാട് മുഖം കാണിച്ചിട്ടുണ്ട് കുഞ്ഞിലെ മുതലേ. ഒരുപാട് ചാനലിലും ചെറുതിലെ മുതലേ അവതാരകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മ്യൂസിക്കിൽ വരുന്നത് ഒരുപാട് ഡബ്ബ് പടങ്ങളിലൊക്കെയാണ് തുടങ്ങിയത്. തിയേറ്റർ റിലീസായിട്ടുള്ള ഡബ്ബ് പടങ്ങൾ, OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഉള്ള പല പല ഭാഷകളിലുള്ളത്. മേജർ ഒരു ബിഗ് ബഡ്ജറ്റ് എന്ന് പറയാനാണെങ്കിൽ തെലുഗു ആണ് ചെയ്തത്. വളരി എന്നാണ് മൂവിയുടെ പേര്. ഹാരിസ് രാഘവേന്ദ്രയുടെ കൂടെ ഒരു സോങ് പാടാൻ സാധിച്ചു. TS വിഷ്ണു ആണ് മ്യൂസിക്. മൃത്തിക സന്തോഷിനെയായിരുന്നു ഡയറക്ടർ. ശ്രീകാന്ത്, ഋത്തിക സിംഗ് ഒക്കെയാണ് അഭിനയിച്ചത്. ഏതായാലും ആ ഒരു തെലുങ്ക് ഗാനം നമുക്കൊന്ന് കേട്ടാലോ ഗൗതം? കാരണം നമ്മൾ മലയാള ഗാനങ്ങൾ സാധാരണ കേൾക്കുന്നതാണ്, പക്ഷേ ഒരു തെലുങ്ക് ഗായികയെ കിട്ടുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് പാഴാക്കുക? ഉറപ്പായിട്ടും. నారెండు కన్నుల ప్రేమగా రాసుకున్న ఓ నిండు వెన్నెల కవితల పుస్తకము అనుదినము నిన్ను నేను చదువుతున్నా. నా గుండె గోడకి ఇష్టంగా పూసుకున్న ఈ కన్ను చూడాలి ఓ కొత్త రంగువమ్మ కథ మలుపి తిరిగినది నీ వలన కనుకనువే నా కథని రాయవమ్మా. ഇതായിരുന്നു ആ പാട്ട്. ഈ തെലുങ്കിലേക്ക് എങ്ങനെയാണ് ദിവ്യ ഒരു തുടക്കം ലഭിക്കുന്നത്? മലയാളി മ്യൂസിക് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പാടിയിരുന്നത്. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയായിരുന്നു. അപ്പോൾ ഒരുപാട് ഹമ്മിങ്സ് ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓൾമോസ്റ്റ് ഞാൻ തന്നെയാണ് ഇതിൽ പാടിയിരിക്കുന്നത്. അപ്പോൾ ഡയറക്ടർക്ക് എൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചോദിച്ചു ഇതാരാ. പിന്നെ അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ ആകുമ്പോൾ തെലുഗുവിൽ ആ ഒരു ഭാഷ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ടും എന്നാലും വോയിസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഡയറക്ടർ സമ്മതിക്കുമായിരുന്നു പാടാനായിട്ട്. അങ്ങനെയാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത്. ദിവ്യ വന്നിട്ട് ഓണവിശേഷങ്ങൾ തിരക്കിയില്ല. എന്താണ് പൊന്നോണ വിശേഷങ്ങൾ? പൊന്നോണ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാട്ടുകാരെ സംബന്ധിച്ച് എപ്പോഴും ഓണത്തിന് സംഭവിക്കുന്ന പരിപാടികളിലൂടെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലാണെങ്കിലും ഇത്തവണ ഒരു പ്രത്യേകത എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. എനിക്ക് ഇവിടെ തന്നെയാണ് ഇത്തവണ പരിപാടികളുള്ളത്. സാധാരണ ചിലപ്പോൾ നമ്മൾ എബ്രോഡൊക്കെ ആയിരിക്കും, അപ്പോൾ നമ്മുടെ നാട് നമുക്ക് മിസ് ചെയ്യും. പക്ഷെ അവിടുത്തെ ഓണം അവർക്ക് കിട്ടാത്ത ഒരു ഇതായതുകൊണ്ട് അവർ ഒരുപാട് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ്. ഈ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഗായിക മാത്രമല്ല അഭിനേത്രി കൂടിയാണ്. ഈ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗാനം, അത് എങ്ങനെയാണ്? അഭിനയിക്കാൻ വലിയ താല്പര്യമാണോ? ഒരു ഗായികയായി അറിയപ്പെടാനാണോ, അതല്ല അഭിനേത്രി എന്ന നിലയ്ക്ക് അറിയപ്പെടാനാണോ ദിവ്യക്ക് താല്പര്യം? എനിക്ക് ഗായിക എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹം. എനിക്ക് അഭിനയിക്കാനാണ് ചെറുതിലെ മുതൽ അവസരം ഒരുപാട് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഗായികയായിട്ട് അറിയപ്പെടാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മ്യൂസിക്കിൽ മാത്രമാണ് ഒതുങ്ങി നിന്നത്. ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമ്മൾ തന്നെ പാടുന്ന പാട്ടുകൾക്ക് അഭിനയിക്കാമല്ലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതലും സജീവമായത്. വളരെ സെലക്റ്റീവാണ് അഭിനയകാര്യത്തിൽ. പാട്ട് തന്നെയാണ് ഫുൾ ടൈം. നേരത്തെ ഓണവിശേഷം ചോദിച്ചപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് ഇപ്പോൾ റിലീസായ ഒരു പാട്ടാണ്. ഉത്രാട പുലരി എന്ന് പറഞ്ഞ ഒരു പാട്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ നേരത്തെ കാണിച്ച പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ലിറിക്സ് ചെയ്ത് മ്യൂസിക് ചെയ്ത് പാടിയൊരു പാട്ടാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ റിലീസാക്കിയ ഒരു ഓണപ്പാട്ടാണ്. ഇത്തവണ ഏഞ്ചൽ ശാലോം ഫിലിംസിന് വേണ്ടി അജു കഴക്കൂട്ടം രചിച്ച് ആമശൽ പവിത്രൻ സാർ മ്യൂസിക് ചെയ്ത് ഞാൻ തന്നെ പാടിയ ഒരു പാട്ടാണ് ഉത്രാടപ്പുലരി. എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ജീവേഷ് വർഗീസാണ്. ആ ഗാനത്തിൻ്റെ ഒരു 2 വരി നമുക്ക് കേൾക്കാമല്ലേ? ഓക്കെ, പാടാം. ഉത്രാടപ്പുലരി പൂക്കുവാൻ കാത്തു ഞാൻ ഉമ്മറവാതിൽ ചാരി നിൽക്കേ നിഴലുകളണിയും രാവിൻ്റെ ഓർമ്മകൾ നിഴലുകളണിയും രാവിൻ്റെ ഓർമ്മകൾ പോയ കാലത്തിൻ്റെ മിഴി തുറന്നു എൻ്റെ പ്രിയ
ചാരി നിൽക്കേ. ദിവ്യ, നമ്മൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. ഒരുപാട് പാട്ടുകൾ പാടി, നിരവധി പാട്ടുകൾ ഇനിയും കേൾക്കാനുണ്ട്. ഒപ്പം മലയാള സിനിമ, ആ മലയാള സിനിമയിൽ ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞു, തെലുങ്കിലേക്ക് പോയി. സിനിമയുടെ പേര് നേരറിയും നേരത്ത് അല്ലേ? ആ സിനിമയിലെ ആ ഒരു ഗാനം നമുക്കൊന്ന് കേൾക്കാം. ഉറപ്പായിട്ടും അതെന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സോങ്ങാണ്. നല്ലൊരു ചാലഞ്ചിങ് അല്ലെങ്കിൽ ഒരു ടഫ് സോങ്ങാണത്. ഒരു സാഡ് സോങ്ങുമാണ്. അപ്പോൾ സോളോ ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഡെബ്യൂ സോളോ എന്ന് പറയുന്നത് ഈ ഒരു സോങ് തന്നെയാണ്. മധുരമായൊരു കോകിലനാദം വീണൽ വന്നു കവരുന്നുവോ, ചിറകു പോയൊരു മോഹവിമാനം പൂഴിമണ്ണിലടിയുന്നുവോ, തേന്നിലാവലേ തീക്കനൽ വിതറുകയോ, പൊൻപ്രഭാതമേ നീയും അകലുകയോ, നൊമ്പരങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നെഞ്ചിൽ സാഗരമാവുകയോ, നൊമ്പരങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നെഞ്ചിൽ സാഗരമായോ. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് ഷോകൾ, ലോകത്തിന്റെ പല കോണുകളിലും പോയി സ്റ്റേജ് ഷോകൾ, മാത്രമല്ല അതിൽ പ്രഗത്ഭർക്കൊപ്പം, അതെ കെ എസ് ചിത്ര ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉണ്ണി മേനോൻ ആയിക്കോട്ടെ, അങ്ങനെ നിരവധി പ്രമുഖർക്കൊപ്പം സ്റ്റേജിൽ പാടാൻ. ഈ ലൈവ് സംഗീതം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അത് ഒരു കാണികളെ കയ്യിലെടുക്കണം അല്ലേ? ഒപ്പം പാട്ട് കയ്യിൽ നിന്ന് പോകാനും പാടില്ല. ചെറുപ്രായത്തിൽ ഇവർക്കൊക്കെ ഒപ്പം സഞ്ചരിക്കാനും അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കഴിയുന്നുണ്ടല്ലോ. അത്തരം എക്സ്പീരിയൻസുകളെ പറ്റി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയൂ. ഇത്തരം ലെജൻഡറി ആയിട്ടുള്ള പീപ്പിൾ തന്നെ നമുക്ക് പറയാം. സിംഗേഴ്സ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചെറുതിലേ മുതലേ പരിചയപ്പെടാനും അവരോടൊപ്പം വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ അക്കാഡമിക്സ് ഒരിക്കലും മ്യൂസിക് ആയിരുന്നില്ല. അപ്പോൾ ചെറുതിലേ മുതലുള്ള ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കാം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. ചെറിയ കുട്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റി. കാരണം ആരും അങ്ങനെ വഴക്കൊന്നും പറയില്ലായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളും കേട്ട് ഞാൻ കൂടുതൽ പഠിക്കുമായിരുന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഒരു സമയം പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പാട്ടുകളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. ഒരു പാട്ട് കൂടി, കാരണം പ്രേക്ഷകർ നമ്മുടെ തള്ളിനേക്കാട്ടിൽ അവരാഗ്രഹിക്കുന്നത് ഈ പാട്ടായിരിക്കും. അതെ, ഓക്കെ, ഞാനൊരു പാട്ട് പാടാം. ഒരു തമിഴ് പാടാം അല്ലേ? മലയാളമല്ലേ നമ്മൾ ഇത്ര നേരം പാടിയ. നെഞ്ചോട് കലന്തിട് ഉറവാലെ കാലങ്ങൾ മറந்திട് അൻപേ, நிலவோடு தென்றலும் வரும் வேளை காலங்கள் மறந்திடு அன்பே, ஒரு பார்வை பார்த்து நான் நின்றால் சிறு பூவாக நீ மலர்வாயே, ஒரு வார்த்தை இங்கு நான் சொன்னால் வழி போகும் என் அன்பே அன்பே, நெஞ்சோடு கலந்திடு உறவாலே காலங்கள் மறந்திடு அன்பே, நிலவோடு தென்றலும் வரும் வேளை കായങ്ങൾ മറന്നിട് അൻപേ. ദിവ്യ, ഈ പരസ്യങ്ങൾക്കും ശബ്ദം നൽകിയിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ് ദിവ്യ? അത് അങ്ങനെ അവസരം ലഭിച്ചതാണ്. എന്നെ സംബന്ധിച്ച് കുറേ ബ്രാൻഡ് പാടിയിട്ടുണ്ട്. അല്ല, എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയതെന്ന് പറയുന്നത് ജോസ്കോ എന്നുള്ള. അത് നമുക്കൊന്ന് വേണ്ടിയിട്ട് ഒന്ന് ആ ഒരു രണ്ട് വരി ഒന്ന് മൂളാമോ? അതൊരു ഹമ്മിങ് അങ്ങനെ ഒരു ഇതിൽ പോകുന്ന ഒരു സംഭവമാണ്. എന്നാലും അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഹമ്മിങ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഓർമ്മ വരുമായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം. പ്രിയദർശൻ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. സന്തോഷ് ശിവനായിരുന്നു ക്യാമറാമാൻ. TS വിഷ്ണു ആയിരുന്നു മ്യൂസിക് ചെയ്തത്.
അത് നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ആഡാണ്. എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം അല്ലേ? അതെ അതെ അതെ. മാത്രമല്ല ഈ പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു ആശങ്കയുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു പ്രഗത്ഭരായ ഗായകരുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇതിനെ ആര് മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു ചോദ്യം. ഭാവി ആരാണ് ഇതിനെയൊക്കെ നയിക്കുന്നത്? അപ്പോൾ ദിവ്യയെപ്പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും സംഗീതത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. അതിനാൽ നമ്മുടെ ശുദ്ധ സംഗീതവും ആധുനിക കാലത്തെ സംഗീതവും ഒക്കെ കാലാകാലങ്ങളിൽ നമ്മുടെ ഈ മഹത്തരമായ ദേശത്ത് ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ഈ ഒരു പുത്തൻ പുലരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതെ അതെ. എന്തായാലും നമുക്ക് ചലച്ചിത്ര പിന്നണി ഗായികയും അവതാരകയുമാണ് JR ദിവ്യ നായർ. ദിവ്യ, ഈ ദിവസം ഇന്ന് നാളെ ഉത്രാടമായി. ഈ ഒരു ദിവസം നമുക്ക് അതിഥിയായി ലഭിച്ചതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായി തുടക്കത്തിൽ തന്നെ പറഞ്ഞു ജനൻ TVക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഉണ്ടാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഞാനും അറിയിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് KCL വാർത്തകളിലേക്ക് പോകണം. ക്രിക്കറ്റ് ആവേശം. KCLിൽ വിജയം തുടർന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 3 വിക്കറ്റിനാണ് കൊച്ചി തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊച്ചി അവസാന ഓവറിൽ ലക്ഷ്യത്തിലെത്തി. 45 റൺസുമായി കൊച്ചിയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ജിഷ്ണുവാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. കൊച്ചിയുടെ വിജയത്തിൽ നിർണായകമായത് യുവതാരം ജിഷ്ണുവിൻ്റെ പ്രകടനമായിരുന്നു. സഞ്ജുവിൻ്റെ അസാന്നിധ്യത്തിൽ ടീമിനെ വിജയിപ്പിക്കുവാനായതിൻ്റെ സന്തോഷമുണ്ടെന്ന് ജിഷ്ണു ജനം TVയോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഒരു ജയം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പം നമ്മോടൊപ്പം ഇന്നത്തെ മത്സരത്തിലെ വിജയശില്പി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണുവിൻ്റെ ആദ്യ മത്സരമായിരുന്നു KCL, ഈ സീസണിലെ ആദ്യ മത്സരമായിരുന്നു. ആദ്യ മത്സരം തന്നെ പ്ലെയർ ഓഫ് ദ മാച്ചായി. ജിഷ്ണു, എന്ത് തോന്നുന്നു ആദ്യത്തെ മത്സരം തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച്? വളരെയേറെ സന്തോഷം തോന്നുന്നു. നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന് ഒരു കളി കിട്ടിയപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ദൈവത്തിന് നന്ദി. ആദ്യം അൺസോൾഡ് ആയതിനു ശേഷമാണ് കൊച്ചിയിലേക്ക് വരുന്നത്. അതെ അതെ. അത് എന്താ പറയുക, നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കണു. ഒരുപാട് നന്ദി ദൈവത്തിനും അതുപോലെ എൻ്റെ പാരൻസ്, എൻ്റെ കോച്ച്, എന്നോടൊപ്പം ഈ ഒരു സമയത്ത് നിന്ന് എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയണു. ടേബിളിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ടീമാണ്. ബാറ്റിങ്ങിനും ബോളിങ്ങിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അതായത് താരസമ്പന്നമായ ഒരു ടീമാണ്. ആ ടീമിലാണ് അന്ന് ആദ്യ മത്സരം തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അതെ അതെ, തീർച്ചയായും. നമ്മൾ ഇക്കൊല്ലം കപ്പടിക്കണം എന്നുള്ള ഒരു മോഹം ഒരുപാട് ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. സാലി എന്ന് പറയുന്ന നായകൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സാലി ചേട്ടൻ എന്താ പറയുക, ഒരു മോർ ദാൻ എ ക്യാപ്റ്റൻ, ഒരു ചേട്ടനെ പോലെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ കളിക്കുന്നതിന് മുമ്പാണെങ്കിലും നമ്മളടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഒരുപാട് ഇഷ്ടപ്പെട്ടു സാലി ചേട്ടൻ. ആ ഒരു ക്യാപ്റ്റനേക്കാൾ ഒരു ഏട്ടനെ പോലെ നമുക്ക് ഫീൽ ചെയ്തു. ടീമിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള താരങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു? എല്ലാവരും നമുക്ക് ഇതിനു മുമ്പേ അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ബോണ്ടാവാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. എല്ലാവരും നമുക്ക് പരസ്പരം കുറേ കാലങ്ങൾ കൊണ്ട് അറിയുന്ന പ്ലേയേഴ്സാണ് എല്ലാവരും. സോ ഒരുപാട് സന്തോഷം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. വരുന്ന മത്സരങ്ങളിലും ഈ പ്രകടനം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽ കുമാർ, ജനം. KCLിൽ തൃശൂർ ടൈറ്റൻസിനെ 17 റൺസിന് തോൽപ്പിച്ച് ട്രിവാൻഡ്രം റോയൽസ്. ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തൃശൂരിന് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. റോയൽസിനായി ഉജ്ജ്വല സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 2ാം സീസണിൽ ട്രിവാൻഡ്രം റോയൽസിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിലും സെഞ്ചുറി പ്രകടനവുമായി ആരാധകർക്ക് ആശ്വാസമേകി ടീം നായകൻ കൃഷ്ണപ്രസാദ്. തൃശൂർ ടൈറ്റൻസിനെതിരായ മത്സരത്തിലായിരുന്നു ക്യാപ്റ്റന്റെ റോളിൽ KPയുടെ ഇന്നിംഗ്സ്.
കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശ്ശൂർ ടൈറ്റൻസിനെതിരെ ഒരു വിജയം സ്വന്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു സെഞ്ചുറി നേടിയ ട്രിവാൻഡ്രം റോയൽസിന്റെ നായകൻ കൃഷ്ണപ്രസാദാണ് നമ്മോടൊപ്പം ഉള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൃഷ്ണപ്രസാദ് ഇന്ന് നേടിയ സെഞ്ചുറിയോടുകൂടി റൺ വേട്ടക്കാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്താനും എന്തായാലും ഇന്നത്തെ സെഞ്ചുറി കൃഷ്ണപ്രസാദിനെ സഹായിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു സെഞ്ചുറി പ്രകടനം. തീർച്ചയായും സന്തോഷമുണ്ട്. ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ലേറ്റായി പോയി. നമുക്ക് ആ ഒരു 2-3 മാച്ചസിന് മുന്നേ ആ ഒരു ഇന്നിങ്സ് വന്നിരുന്നെങ്കിൽ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആ ഒരു ടോപ്പ് 4 ഒരാൾ ആ ഒരു ബാറ്റ് ക്യാരി ചെയ്യുക, ഒരു 18 ഓവേഴ്സ് അല്ലെങ്കിൽ 20 ഓവേഴ്സിൽ വരിക, ബാക്കി ടീം കൂടെ ഫിനിഷ് ചെയ്യുക. ഇന്ന് അതെല്ലാം ഒരുമിച്ച് വന്നു. പവർ പ്ലേ ബേസിൽ തമ്പി പറഞ്ഞ ആ ഒരു സ്പെല്ല്, ഡെത്തിൽ ആസിഫറിന്, ഇന്നെല്ലാം കൂടെ നമുക്ക് ആ ഒരുമിച്ച് കിട്ടിയൊരു ദിവസമായിരുന്നു. നമ്മളല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എവിടെയെങ്കിലും ഒരു ഫോൾട്ട്, ആ ഒരു ചെറിയ മിസ്റ്റേക്സിലൂടെ നമുക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു ദിവസമാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ബോയ്സ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്ന എല്ലാ കാര്യവും. ബോയ്സ് ഇത്രയും തോൽവിക്കുള്ളിലും അവർ പോസിറ്റീവായിട്ടിരുന്നു. ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ടീം മാനേജ്മെൻറ്റ് തന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമുക്ക് ആ ഒരു ചെയ്യാൻ പറ്റിയത്. സോ തീർച്ചയായും സന്തോഷമുണ്ട്. അതുപോലെ പല മത്സരങ്ങളിലും ലെക്ക് വലിയൊരു ഫാക്ടറായിരുന്നു. കാരണം അവസാന ഓവർ, അവസാന പന്ത് വരെയൊക്കെ എത്തിയതിന് ശേഷമാണ് പല മത്സരങ്ങളും കൈവിട്ടതെന്ന് പറയാം. പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മാച്ച് സംഭവിച്ചത്, നമുക്ക് പ്രതികൂലമായിട്ട് സംഭവിച്ചത്. ക്യാച്ചസ് നമുക്ക് ഒരു മാച്ചിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന സംഭവിച്ച പോലെ നമുക്കും ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ബോളുകൾ നോ ബോൾ ആവുന്നതും, അല്ലെങ്കിൽ 2 ഓവേഴ്സ് ഒരു 40 റൺസ് അല്ലെങ്കിൽ മാക്സിമം ഒരു 45-50 റൺസ് വരെ പോകുന്ന ഒരു സാധനം, 70 റൺസൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു വേൾഡ് റെക്കോർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അത്ര 18 ഓവേഴ്സ് വരെ പിടിച്ചിട്ട് അങ്ങനെ ഒരു മാച്ച് തോക്കുക. പിന്നെ ഒരു 6 ഓവേഴ്സ് 90 റൺസ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക. നമുക്ക് അബ്ദുൽ ബാസിത്ത് നമുക്കറിയാം എത്ര നമ്മുടെ ടീമിലല്ല കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിനിഷറാണ്. നമുക്ക് ആ ഒരു ഐ പി എല്ലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷർ. ബാസിൻ്റെ ബാറ്റിൽ നിന്ന് വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പം ഇപ്പം നമ്മുടെ ടോപ്പ് 4 ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇന്നിങ്സ് വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു 2-3 മാച്ചസിന് നമുക്കൊരു മിസ്സായിപ്പോയി. ആ ഒരു ചെറിയൊരു വ്യത്യാസത്തിലാണ് സംഭവം മിസ്സായിപ്പോയത്. പക്ഷേ തീർച്ചയായും ഒരു സന്തോഷമുണ്ട്, ഒരു വിൻ കിട്ടി. നമുക്ക് ആ ഒരു ലാസ്റ്റ് 3 മാച്ചസ് നമ്മൾ കഴിഞ്ഞ മാച്ച് കൂടി ചേർത്ത് ഒരു 3 മാച്ച് നമുക്ക് വിൻ ചെയ്ത് പുറത്ത് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സോ ഹോപ്പ്ഫുള്ളി നാളെയും നമുക്ക് ആ ഒരു എൻജോയ് ചെയ്ത് കളിക്കാവുന്നൊരു ഇതാണ് നമുക്ക് അറ്റ്മോസ്ഫിയർ. അപ്പം ഗോവിന്ദപ്പയുടെ ഒരു പരിക്ക് അത് വലിയ രീതിയിൽ ടോപ്പ് ഓർഡറിൽ ഒന്ന് അഫക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും അവൻ ആ ഒരു നല്ലൊരു ഇന്നിങ്സ് തൃശ്ശൂരിനെതിരെ അന്ന് കാഴ്ചവെച്ചതിന് ശേഷം വെരി നെക്സ്റ്റ് മാച്ചാണ് ആ ഒരു ഇഞ്ചുറി വന്നു പോയത്. വളരെ ടാലൻറ്റഡ്, എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പം ഒരു പ്രോമിസിങ് യങ്സ്റ്ററാണ് ഗോവിന്ദ്. പക്ഷേ നമുക്ക് വിശ്വാജ് വന്ന് ലാസ്റ്റ് മാച്ച് നമുക്ക് വിശ്വാജിന് ഒരു നല്ല സ്റ്റാർട്ട് വരാൻ സാധിച്ചു. ഒരു 6 ഓവേഴ്സ് നമുക്ക് 60 റൺസ്. സോ അത് മേക്കപ്പായി. നമുക്ക് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ്, ഞാൻ പറഞ്ഞില്ല, ആ ഒരു വളരെ ക്ലോസ് ആയിട്ട് പോയ ഒരു 4-5 മാച്ചസിൽ ഒരു റിസൾട്ട് നമ്മുടെ ഇതിലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു മൊമെൻറ്റും അല്ലെങ്കിൽ എല്ലാം ഒരുപക്ഷെ മാറിയാണ്. നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം. നമുക്കൊരു എക്സ്ക്യൂസ് പറയാനോ നമുക്ക് ഒന്നിനും സമയമില്ല. ഇത് നമുക്ക് മുന്നോട്ട് പോകാന്നേ ഉള്ളൂ ക്രിക്കറ്റിൽ, ഏത് സ്പോർട്ടായാലും. എന്തായാലും ഈ വിജയം അത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ, ഈ നിർഭാഗ്യങ്ങൾ പല മത്സരങ്ങളിലും തോൽവിയിലേക്ക് നയിച്ചപ്പോഴും ഇന്ന് അതെല്ലാം ഈ ലെഗ് ഫാക്ടർ അനുകൂലമായി എന്നാണ് നായകൻ പറയുന്നത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽകുമാർ, ജനം. ഇനിയൊരു ഓണാഘോഷത്തിൻ്റെ വിശേഷമാണ്. ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീമിൻ്റെ ഓണാഘോഷം. കാണാം അതിൻ്റെ കാഴ്ചകൾ. നമ്മൾ പോകുന്നത് ഒരു ടീമിന്റെ ഓണാഘോഷത്തിലേക്കാണ്. ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ പൊളി ഓണാഘോഷത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും നമ്മൾ കൊണ്ടുവന്നത്. ഇവിടെ താരങ്ങളൊക്കെ ഇങ്ങനെ തിമിർക്കുകയാണ്, പൊളിക്കുകയാണ്. പിന്നോട്ട് ചുവടെല്ലാം മുന്നോട്ട് ഉള്ളാലൊന്നാണ് എല്ലാരും. ഇത് കൊല്ലം സെയിലേഴ്സ്, ഒന്നായി മുന്നേറ്, ഭയമില്ല നെഞ്ചും ഞങ്ങൾക്ക്, ഒന്നിച്ചങ്കം വെട്ടാൻ ഏരീസ് കൊല്ലം സെയിലേഴ്സ്. അത് വളരെ യാദൃച്ഛികമായി വന്നതാണ് ഞങ്ങളുടെ ഒരു ഓണ പ്രോഗ്രാം. അപ്പോൾ ഇന്നിപ്പോൾ ശ്രീശാന്തും ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിക്കാൻ വന്നു, ഞങ്ങൾ ഒരുമിച്ച് കൂടി. അപ്പോൾ ഞങ്ങളിങ്ങനെ പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ ഓണാഘോഷമൊക്കെ ആയിട്ട് നടന്നപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ പഴയ നമ്മുടെ ഇതും പിന്നെ ഓലമടലൊക്കെ കണ്ടപ്പോൾ പഴയ ഒരു നൊസ്റ്റാൾജി ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ ഇവിടെ കിടന്ന ഒരു സാധനം എടുത്ത് നമ്മൾ അന്നേരം ബാറ്റാക്കി, പിന്നെ സ്റ്റെമ്പാക്കി, ചുമ്മാ കളിച്ചപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര രസം. ഒരു പഴയ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വന്നു. ഇതൊക്കെ ഒരു ഭയങ്കര മെമ്മറബിൾ ഡേ അല്ലേ. ശ്രീശാന്ത് വന്നു, അതിൻ്റെ ബാറ്റ് ചെയ്യുന്നു. എല്ലാ പ്ലേയേഴ്സും നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. അതൊരു വലിയൊരു. ശ്രീശാന്ത് ബാറ്റ് ചെയ്യുമ്പോൾ പന്തെറിഞ്ഞത് സച്ചിൻ ബേബിയുടെ മോനാണ്. അതെ അതെ അതെ, അടുത്ത ജനറേഷനും ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. മോഡൽ ബാറ്റ് ക്രിക്കറ്റ് കളിക്കുന്നത്. മോഡൽ ബാറ്റ് ക്രിക്കറ്റ് കളിക്കുമെന്നോ?
അടിപൊളി, ബാക്ക് ടു ബേസിക്സ് എന്ന ലൈഫ് സർക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എല്ലാവർക്കും ഹാപ്പി ആണ് കേട്ടോ. ആദ്യമായിട്ട് ഇത് യാദൃശ്ചികമായി എന്താ പറയണേ, നമ്മളൊരു ഡിന്നറല്ല സോറി ഓണസദ്യക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാവരും കാണാൻ പറ്റി. അതുമാത്രമല്ല മാച്ചാണ്, അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രഭിചേട്ടനൊക്കെ എന്താ പറയണേ, നമ്മുടെ ടീം നന്നായിട്ട് ചെയ്യട്ടെ വീണ്ടും. അതുമാത്രമല്ല ഇപ്പോൾ മടക്കല ബാറ്റ് കളിച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് സത്യം പറയാലോ കാക്കൂർ കളവൽ എന്ന് പറഞ്ഞ പിറവത്തിൽ ശരിക്കും എൻ്റെ അമ്മാനെന്ന് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് മടക്കല ബാറ്റ് വെട്ടി തന്നെ. റബ്ബർ ബോൾ, ഇത് അറ്റ്ലീസ്റ്റ് ടെന്നീസ് ബോളാണ്. അവിടെ നമ്മൾ നമ്മുടെ ഈ പാലിന്റെ അല്ലേ, അതെ അതൊക്കെ നമ്മൾ ചെയ്യട്ടെ. അപ്പൊ ഇവിടെ കളിച്ചതിൽ വളരെ സന്തോഷം. അതാണ് നമ്മൾ പറഞ്ഞത്, പ്രഭിചേട്ടനാണ് മിസ്റ്റേക്ക്. കാരണം ഇവിടെ കളി ഇങ്ങോട്ട് മറ്റേ ഓണക്കളി നിർത്തും. ഒരു കാര്യമുണ്ട്, ശ്രീ ബാറ്റ് ചെയ്തപ്പോൾ ബോൾ ചെയ്തത് സച്ചിൻ ബേബിയുടെ മോനാണ്. അതെ, അടിപൊളിയല്ലേ, അതാണ് ലൈഫ് സർക്കിൾ എന്ന് പറഞ്ഞത്. വളരെ സന്തോഷം. ഞാനത് പറഞ്ഞത്, ആദ്യം ബാറ്റും ബോളും ചെയ്യണം, ആദ്യം പറമ്പിൽ പോയി ബോൾ എടുക്കാൻ പഠിക്കണം. അതാണ് അവർ അടിച്ച് പുറത്തിട്ട് ബോൾ വന്നു. ഇനി അവർ ഇന്ത്യ കളിക്കും. കാരണം ഞാൻ ചെറുപ്പത്തിൽ ബോൾ പറക്കിയായിരുന്നു, ബോൾ പറക്കി ഇന്ത്യ കളിക്കാൻ പറ്റും. അതുകൊണ്ട് താങ്ക് യു, ഹാപ്പി ഓണാശംസകളുടെ എല്ലാവർക്കും. കടലൊന്നായിരമ്പട്ടെ, കടപാലം കുലുങ്ങട്ടെ, കടലോരം വെടിക്കെട്ടോടെതിരേക്കട്ടെ, കൊല്ലത്തിൻ പടക്കപ്പൽ പടവട്ടാനിറങ്ങട്ടെ, കപ്പിത്തൻ കപ്പഴിക്കാൻ കളത്തിലെത്തട്ടെ, കടലേടും തിരയാട്ടം മൈതാനത്തിൽ ക്രിക്കറ്റിൻ പൂരം ആളും കരളൂട്ടം, ഇത് കൊല്ലം സൈലേഴ്സ്. ക്രിക്കറ്റ് ഭയങ്കര റിച്ച് മാൻസ് ഗെയിം എന്നൊക്കെ പറയും. നമ്മളൊക്കെ കാക്കൂരും കോതമംഗലത്തെ കളി തുടങ്ങിയത് ഇങ്ങനെ മടക്കൽ ബാറ്റ് വെച്ചാണ്. അതുകൊണ്ട് പാഷനും ഒബ്സഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ക്രിക്കറ്റ് കളിക്കാം. അതിപ്പോൾ റബ്ബർ ബോൾ ഞാനൊക്കെ ഉള്ള സമയത്ത് എനിക്കൊന്ന് 5 രൂപ 2 രൂപ 50 പൈസ അങ്ങനത്തെ ആയിരുന്നു പണ്ട് കേട്ടോ പിള്ളേരെ. അപ്പോൾ എന്തായാലും ഓണക്കാലത്ത് ഇതൊക്കെ ഒരു നമ്മൾ കുറേ പന്തുകൾ അങ്ങനെ പല കളികൾ കളിക്കും. അപ്പം അതിനൂടെ ആക്ച്വലി യു ക്യാൻ ഹാവ് സം ഫൺ വിത്ത് ക്രിക്കറ്റ് ഓൾസോ. ക്രിക്കറ്റിന്റെ ഇടയ്ക്ക് പണ്ട് കാലത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടവേള കിട്ടുന്നത് ഇങ്ങനെയാണ്, ബോൾ അടിച്ചപ്പത്തെ പറമ്പിൽ പോവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. ഞാൻ ശരിക്കും നാട്ടിൽ എപ്പോഴും അളിയനോട് ചോദിച്ചാൽ പറയും, ചേട്ടന്മാരൊക്കെ എന്നെ ശരിക്കും ബോൾ പറക്കിയായിട്ട് നിർത്തിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ നിർത്തി ബോൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എക്സ്പെർട്ടാന്നൊക്കെ പറഞ്ഞ് കളിച്ച് അവസാനം അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി, ഞാൻ ഇന്ത്യ കളിച്ചു. അപ്പം പക്ഷേ നല്ല രസമാട്ടോ. പക്ഷേ ഓണത്തിനും വിഷുവിനുമാണല്ലോ നമ്മളെല്ലാവരും കൂടുതൽ നമ്മൾ ഒന്നിക്കുന്നത് ഫാമിലികളിൽ. കോതമംഗലത്താണെങ്കിലും ശരി, അച്ഛൻ്റെ തറവാടാണെങ്കിലും ശരി, അമ്മയുടെ തറവാട് കാക്കൂര് അവിടെ ആണെങ്കിലും ശരി, 2 സ്ഥലത്തും ഇതുപോലെയാണ്. നമ്മൾ മെയിൻ ഓണക്കളികളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 3:30-4 മണിയായിട്ട് ക്രിക്കറ്റ് കളിയാണ്. അത് പണ്ട് നമ്മൾ ഈ 6 പേര് ഒരു സൈഡ്, 6 പേര് ഒരുമിച്ചാണ്, പക്ഷേ ഇൻഡിവിജ്വൽ ആയിരിക്കും, സിംഗിൾ. അതൊരു പുതിയ ഇത്. അവിടെ ഈ നാട്ടിലെ കളിക്കണമെന്ന് അറിയില്ല, എല്ലാവരും ഒറ്റയ്ക്കാണ് കളിക്കണം. പക്ഷേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോറുള്ള ആൾ വിജയിക്കും. അപ്പോൾ ആരാണ് ഇൻഡിവിജ്വൽ ഗെയിമായിട്ടും കളിക്കാറുണ്ട്. അപ്പം ക്രിക്കറ്റ് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. കയ്യിൽ ബാറ്റ് അങ്ങനെ കൊല്ലം സെയിലേഴ്സിന്റെ ഓണം അതങ്ങനെ അടിച്ചു പൊളിച്ച് തിമിർത്തോണ്ടിരിക്കുകയാണ്. കൊല്ലം സെയിലേഴ്സ് ടീമിനൊപ്പം അനീഷ് കാട്ടാക്കടയ്ക്കും കൊല്ലം സെയിലേഴ്സ് ടീമിനൊപ്പം എം നിഖിൽകുമാർ, ജനം. മടൽ ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? ഞാനൊരു പെണ്ണായതുകൊണ്ട് കളിച്ചുകൂടാ, നമ്മുടെ തലമുറ അങ്ങനെയാണ്. കളിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം. ഒരു നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വൈകാരികമാണ്. അപ്പം റബ്ബറും തോട്ടങ്ങൾ, നെൽപ്പാടങ്ങളിൽ ഒക്കെ ക്രിക്കറ്റ് കളിയായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓട്ടോ. ബ്രദറാണുള്ളത്, അതുകൊണ്ട് തന്നെ അവനൊപ്പം ക്രിക്കറ്റ് കളിച്ചാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് കളി എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ശരിക്കും ആ ശ്രീശാന്ത് ആ മടൽ ബാറ്റ് ഉപയോഗിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക്, നമ്മുടെ എന്നല്ല ഒരു പക്ഷേ ഇത് കാണുന്ന മുഴുവൻ ആൾക്കാർക്ക് അങ്ങനെ ഒരു വലിയ കാലഘട്ടം. പക്ഷെ രാഗി ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇത് കാണുന്നില്ല. ഞാൻ ഓർക്കാം, ഞാൻ പലപ്പോഴും ട്രെയിനിലോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഈ വയലുകളുടെ തീരത്തൂടെ ഒക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഈ റബ്ബറും തോട്ടങ്ങൾക്കകത്ത് രാഗി ഇപ്പൊ കാണുന്നുണ്ട്, ഞാൻ കാണുന്നില്ല. ക്രിക്കറ്റ് കളികളില്ലപ്പെടുകയാണ്. മാത്രമല്ല ഇപ്പൊ അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന കൂട്ടായ്മകളൊക്കെ എനിക്കൊന്ന് കുറഞ്ഞു വരികയാണ് കേട്ടോ. മുഴുവൻ ഈ ഫോണിലേക്കും ലാപ്പിലേക്കും മാത്രം ഒതുങ്ങുകയാണ്. അത് മാറണം. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കുറേയൊക്കെ പഴയ കാര്യങ്ങൾ കൂടി നമ്മൾ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കൂട്ടായ്മകളിലൂടെ നല്ല റിലേഷനുകൾ ഉണ്ടാകത്തുള്ളൂ. കണ്ണൂർ
പെരളശ്ശേരി ഐവർകുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ സമാപനം ക്ഷേത്രത്തിൽ നടത്തരുത് എന്ന ഭീഷണിയുമായി CPM പ്രാദേശിക നേതാവ്. ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ സമാപനം ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയിൽ നടത്തരുത് എന്ന് പറഞ്ഞാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗം അനീഷ് മടപ്പുര ഭാരവാഹിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. പിണറായി സർക്കാർ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് പാർട്ടി നേതാവ് ക്ഷേത്രം ഭാരവാഹിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ പുറത്തു വന്നത്. ജനം ബ്രേക്കിംഗ്. ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ആർഎസ്എസിന്റെ ബാലഗോകുലത്തിന്റെ പരിപാടിയാണല്ലോ. അതെ അതെ. ആ പരിപാടി പെരളശ്ശേരി കളിയാമ്പക്കാട്ട് നമുക്ക് ആലക്കാട്ടേക്ക് സമാപിക്കാനൊരു തീരുമാനത്തിന് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി വസ്തുത എനിക്കറിയില്ല. അങ്ങനെ ഒരു ആലോചന ഇല്ല. അല്ല, അവര് ചോദിച്ചു ഇങ്ങനെ അവിടെ നമ്മള് സമാപിച്ചോട്ടെ എന്ന് ചോദിച്ചു. നമുക്കിപ്പം രാമദാസൻ, പിന്നെ മനോഹരന്റെ മോൻ, ഇവരൊക്കെയല്ലാണ് നമ്മളവിടെ വരുന്നവരാണ്, നാട്ടുകാരാണ്. അപ്പോ ഒരു ക്ഷേത്ര സംബന്ധമായ കാര്യം അല്ല, ദൈവികമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മളതിന് ഒന്നും പറഞ്ഞില്ല, എതിരൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ മറ്റേ പാർട്ടി മറ്റേ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. ആ വീഡിയോ ഓടിക്കാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അവർ കഴിഞ്ഞ ദിവസം വീഡിയോ ഓടിക്കാൻ അയച്ചു തരാം. ഞാൻ അവരോട് പറയാം. അല്ല, അങ്ങനെയല്ല. നമുക്കിപ്പം അങ്ങനെ ഒരു മിനിറ്റ്, നിങ്ങൾക്കത് ശരിയാൻ തോന്നി അനുവദിക്കുകയാണെങ്കിൽ അനുവദിച്ചു. അതിന് നമ്മുടെ തരത്തൊന്നും വേറെ പറയില്ല. അല്ല, നമ്മളതിൽ മറ്റു തരത്തിലുള്ള ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ആരും ഒരാളതിനൊരു അല്ല പറയുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് എങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ അകത്ത് മാറുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവരും വേണം. ഓക്കെ, നിങ്ങൾ മാറുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പെരളശ്ശേരിയിൽ ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വരുന്ന 14-ാം തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പെരളശ്ശേരി തളിയിൽ ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച് ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് ശോഭായാത്ര ക്രമീകരിച്ചത്. പരിപാടി നിശ്ചയിച്ച് നോട്ടീസും വിതരണം ചെയ്തതിന് പിന്നാലെയാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗം ഭീഷണിയുമായി രംഗത്തെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തി പരിപാടി നടത്താൻ അനുവാദം നൽകിയാൽ CPM-നും DYFI-ക്കും ഉൾപ്പെടെ മടപ്പുരയിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്നുമാണ് ഭീഷണി. എന്നാൽ ഇത്തരം ഭീഷണികൾ വകവെച്ചു കൊടുക്കാനാകില്ലെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് ഒരു പാർട്ടി തലത്തിലൊരു ഗൂഢാലോചന. ഇത് സ്വന്തം ഒരു ധാർഷ്ട്യം കാണിക്കുക എന്നുള്ള. കാരണം ഞാനാണ് ഇവിടുത്തെ വലിയ എന്തോ ഒരു സംഭവമാണ്, വേറെ ഒരു സംഭവമല്ല. കാരണം ഓൻ്റെ വിചാരം അത് വെറും വിചാരം മാത്രമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി തലത്തിലൊരു തീരുമാനം വരണ്ടേ? അങ്ങനെയൊന്നുമില്ലല്ലോ. അല്ല, ഇത് ഒരു ഹിന്ദുക്കളെ അങ്ങനെ ഞാൻ പറയുന്നത് ഒരു ക്രിസ്ത്യൻസിൻ്റെയോ ഒരു മുസ്ലിങ്ങളുടെയോ പരിപാടി ഒരു നിശ്ചയിച്ചു. ഇപ്പം പെരളശ്ശേരിയിൽ എത്രയോ നബിദിന ഘോഷം പല കാര്യവും നടക്കുന്നുണ്ട്. അതിന് പോയിട്ട് തട്ടിയിടാൻ നോക്കട്ടെ. അവർ അവിടെ നടത്താൻ പറ്റും, ഇവിടെ നടത്താൻ പറ്റും, ഇപ്പോൾ അറിയാൻ പറ്റുമോ? അവർക്ക് തൻ്റെ ഇട്ടുണ്ടായിന്. അങ്ങനെയാണെങ്കിലും അവനെ ചെയ്യട്ടെ. ഒരു ഹിന്ദു ധർമ്മത്തിന് മാത്രം ഇവർ എതിരായിട്ട് എന്താ നിൽക്കുന്നത്? ഹിന്ദുക്കൾ എന്ത് കാര്യം സംഘടിക്കും. ഇവിടെ അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഗണേശോത്സവം സംഘടിപ്പിക്കുമ്പോൾ പേര് നമ്മളെ സ്റ്റേഷനിൽ വരെ കയറ്റിയ ഇവിടെ ശശികല ടീച്ചർ ഇവിടെ കാലുകുത്താൻ വിടില്ല എന്ന് കുറേ വർഷങ്ങൾ മുമ്പ്. അതിൽ ഈ മാന്യ വ്യക്തിയുണ്ട്, ശശികല ടീച്ചർ ഇവിടെ കാലുകുത്താ. ശശികല ടീച്ചർക്ക് എന്താ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ടോ ഇവിടെ കൂട്ടം? നമ്മളതാ സ്റ്റേഷനിൽ നമ്മളെ ചോദിച്ചതാ. ബാലഗോകുലം 2 ശ്രീകൃഷ്ണ ജയന്തി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് പെരളശ്ശേരി ടൗണിൽ നിന്ന് ആരംഭിച്ച് ആലക്കാട്ട് മടപ്പുരയിലേക്കാണ് നിലവിൽ ആദ്യം നിശ്ചയിച്ചത്. അപ്പോൾ ഈ സമാപന പരിപാടി നിശ്ചയിച്ചത് ആലക്കാട്ട് മടപ്പുരയിലാണ്. അപ്പോൾ ഈ പ്രസിഡന്റിനെയാണ് ഈ അനീഷ് എന്ന് പറയുന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഇങ്ങനെ നിലവിൽ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ നമ്മളൊരു മുഖവിലൊക്കെ എടുക്കുന്നൊന്നുമില്ല. ഒരു ഭാഗത്ത് തങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്കെതിരെ സ്വന്തം പാർട്ടിക്കാരൻ്റെ ഭീഷണി ഉയർന്നിരിക്കുന്നത്. ജനം, കണ്ണൂർ. ഗൗതം, ഇവർ വിശ്വാസികളല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഗൗതം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ട് ആകെ മൊത്തം ഒരു അലങ്കോലമാക്കണമെന്നൊരു പിടിവാശി ഉള്ളതുപോലെയുള്ള പ്രവർത്തനങ്ങളല്ലേ? അതെ, ഈ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പം അതിനകത്ത് ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വിശ്വാസികളാണെന്ന് പറയും. അതായത് ഈ CPM-ന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇവർ ഇന്ന് പറയുന്നല്ല നാളെ പറയുന്നു. ഈ നിലപാട് മാറ്റാൻ ഇത്രയും ഉളുമ്പില്ലാത്തൊരു പാർട്ടി ഒരുപക്ഷെ ഭൂലോകത്ത് കാണത്തില്ല. അതായത് ഇവർ ഇന്ന് പറയുന്നത് ഒരു ഇതുമില്ലാതെ നാളെ തിരുത്തി പറയും. ഇവർ ഈശ്വരവിശ്വാസികളല്ല എന്ന് പറയുന്നു. കാരണം ഗുരുവായൂരിലും ഈ ശബരിമലയിലുമൊക്കെ പോയിട്ടുള്ള പാർട്ടി കേഡറുകളോട് വിശദീകരണം ചോദിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾ എന്തിനാ മാലയിട്ട് പോയി? അതേ ആൾക്കാർ തന്നെയാണ് ഇതിലേക്ക് അഭിപ്രായം നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വിചിത്രമായ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ്. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. മിഥുനെ, ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ക്ഷേത്രത്തിലല്ലാതെ പിന്നെ AKG സെൻറ്ററിൽ അവസാനിപ്പിക്കാൻ പറ്റുമോ? എന്താണ് ഈ CPM-കാർ പറയുന്നത്?
ഗൗതം, ഒരു ഭാഗത്ത് ഭക്തരുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങുന്ന അതേ സർക്കാരിൻ്റെ പാർട്ടി തന്നെയാണ് ഇത്തരം ഒരു പരിപാടിയുമായി രംഗത്ത് വരുന്നതെന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവർക്ക് ഈ വിശ്വാസികളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ വരുന്ന ദിവസങ്ങളിലാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടികളൊക്കെ നിശ്ചയിച്ചത്. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിലൊക്കെ വലിയ രീതിയിൽ ഈ ശോഭായാത്രകളൊക്കെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 14-ാം തീയതിയാണ് ഈ ഒരു പരിപാടി നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ബാലഗോകുലത്തിൻ്റെ പ്രാദേശിക രക്ഷാധികാരികൾ ഉൾപ്പെടെ ഈ ക്ഷേത്രത്തിൻ്റെ ആളുകളോട് ഉൾപ്പെടെ സംസാരിച്ച് അവരോട് അനുമതി വാങ്ങിയ ശേഷം നോട്ടീസ് അടിച്ച് നാട്ടിലൊന്നാകെ വിതരണം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റിനെ വിളിച്ച് ഒരു ഭീഷണി സ്വരത്തിൽ ഒരു സംസാരം, അതായത് നിങ്ങൾ ഇതൊരു ഈശ്വരീയമായ കാര്യമല്ല എന്നാണ് പറയുന്നത്. അതായത് ശ്രീകൃഷ്ണൻ്റെ കാര്യം പിന്നെ എങ്ങനെയാണ് ഈശ്വരീയമല്ലാതാകുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഈ ബാലഗോകുലത്തിൻ്റെ പരിപാടിക്ക് നിങ്ങൾ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ CPM-കാരും DYFI-ക്കാരും ഒക്കെ പരിപാടിക്ക് അനുമതി ചോദിച്ചു വന്നാൽ തരേണ്ടി വരും ഒരു തരത്തിലുള്ള ഭീഷണിയാണ്. അത് ഏതാണ്ട് 6.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഫോൺ കോളിൻ്റെ റെക്കോർഡാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഫോൺ കോളിൽ പലയിടത്തൊരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നത്. അതേസമയം ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് വളരെ മാന്യമായിട്ടാണ് അതിനൊക്കെ മറുപടി കൊടുക്കുന്നത്. ഒരു ഈശ്വരീയമായ കാര്യമായതുകൊണ്ടാണ് തങ്ങൾ അനുമതി കൊടുത്തത്. മാത്രമല്ല, അവിടെ ഈ പരിപാടി കഴിഞ്ഞ് അവിടെ എത്തുന്ന സമയത്ത് ഒരു പായസ വിതരണത്തിനുള്ള സൗകര്യം മാത്രമാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളൂ. അതിനുള്ള അനുമതി മാത്രമേ ബാലഗോകുലത്തിൻ്റെ അധികാരികളും ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നുണ്ട്, നമ്മളൊരു സംഘർഷമോ അല്ലെങ്കിൽ പ്രശ്നമോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യം എന്തായാലും തങ്ങൾ ഈ ബാലഗോകുലത്തിൻ്റെ അധികാരികളെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ കോൾ അവസാനിക്കുന്നത്. പക്ഷേ ബാലഗോകുലത്തിൻ്റെ അധികാരികളുമായി നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നുണ്ട്, തങ്ങൾ നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് യാതൊരു തരത്തിലും പിന്നോട്ട് പോകാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെയാണ് ഈശ്വരീയമല്ലാത്തൊരു കാര്യമായി മാറുന്നത്? ഇത്തരം നടപടികൾ, അപ്പോൾ ഇവരുടെ ഈ CPM-ൻ്റെ നടപടികളൊക്കെ കാപട്യമാണ് എന്ന് തെളിയിക്കുകയല്ല ഇത് എന്നൊരു ചോദ്യം തന്നെയാണ് അവർ ഉന്നയിച്ചത്. ഇതിൽ നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ നമ്മൾ ആ പരിപാടി അവസാനിപ്പിക്കും, നേരത്തെ നിശ്ചയിച്ച് ആളുകളൊക്കെ അറിയിച്ച് കുട്ടികളെയൊക്കെ ഒരുക്കുന്ന നടപടികൾ വരെ തീരുമാനിച്ചു കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ ഇനി വളരെ പെട്ടെന്ന് ഈ CPM-കാരൻ്റെ ഭീഷണിക്കനുസരിച്ച് പരിപാടി മാറ്റുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാരണം ഈ CPM-ൻ്റെ ഒരു നടപടി അത് എത്രത്തോളം കാപട്യമാണ്. അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് പത്തനംതിട്ടയിൽ ഇത്തരം ഒരു പരിപാടി നടത്തുകയും അതേസമയം മലബാറിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പരിപാടി നടത്തുന്നത്, അതായത് ഈശ്വരീയമായ ഒരു കാര്യം നടത്തുന്നതിന് എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്യുന്നത് എന്തുതരം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിൽ ഗണപതി വിഗ്രഹം ആക്രമിച്ചുകൊണ്ട് CPM-ൻ്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു. ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്ര അലങ്കോലപ്പെടുത്തി. ആ വാർത്ത നമ്മൾ ക്യാരി ചെയ്യുകയും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. പാലക്കാട് നോക്കൂ, അവിടെ ചെഗുവേരയുടെ ടീഷർട്ടുമിട്ട് ഈ DYFI-യുടെ കൊടിയുമായി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര CPM നടത്തുന്നു. നേരെ കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ക്ഷേത്രത്തിനകത്ത് അവസാനിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണി മുഴക്കുന്നു. പമ്പ മണപ്പുറത്ത് അയ്യപ്പ ഭക്ത സംഗമം ഇതേ കൂട്ടർ നടത്താൻ ശ്രമിക്കുന്നു. ഇത് എന്തൊരു വൈരുദ്ധ്യമാണ് ഇതിൽ? തീർച്ചയായും ഗൗതം, നമുക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തിക്കെതിരെ CPM വിരളി പൂണ്ട് പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടല്ല. കാരണം മുൻകാലങ്ങളിൽ, അതായത് 2020-22 കാലഘട്ടത്തിലൊക്കെ, അതായത് ശ്രീകൃഷ്ണ ജയന്തിക്ക് എതിരെ ബദലായി സാംസ്കാരിക പരിപാടിയുമായി രംഗത്തെത്തിയ ആളുകളാണ് CPM. കാരണം 2018 കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഒരു നടപടിയുമായി CPM രംഗത്ത് വന്നത്. അതായത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ രാധയും കൃഷ്ണനുമായി ധാരാളം കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ രാധാകൃഷ്ണ വേഷം ധരിച്ച് ആ ശോഭായാത്രയിൽ അണിനിരക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ജനപങ്കാളിത്തം കണ്ട് വിരളി പൂണ്ട് അന്നത്തെ CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജൻ്റെ നേതൃത്വത്തിൽ ഒരു ബദൽ പരിപാടിയുമായി CPM രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ബദൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ അവർ സംഘടിപ്പിച്ച് ഈ സാംസ്കാരിക ഘോഷയാത്ര എന്നൊക്കെ പേരിട്ടുകൊണ്ടവർ രംഗത്ത് വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ അതൊന്നും ഗുണം പിടിക്കുന്നില്ല എന്ന് കണ്ട് CPM നേതൃത്വം തന്നെ ആ പരിപാടിയിൽ നിന്ന് പിന്നീട് കാലക്രമേണ പിന്മാറുന്നതും നമ്മൾ കണ്ടതാണ്.
അതിനോട് ശേഷമാണ് എന്താണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയോട് മാത്രം അവർക്ക് ഇത്രത്തിൽ ദേഷ്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം തുടർച്ചയായി ഒന്നുകിൽ പ്രകോപനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുക, അത്തരത്തിലുള്ള നടപടികൾ എന്തുകൊണ്ടാണ് ഈ തുടർച്ചയായി ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഓരോ തവണയും ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ ജനപങ്കാളിത്തവും കുട്ടികളുടെ പങ്കാളിത്തവും ഒക്കെ വർദ്ധിച്ചു വരുന്നത് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമായി കരുതുന്നത്. ഗൗതം. യെസ്, കണ്ണൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കെതിരെ ഭീഷണിയുമായി CPM നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര അവസാനിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് CPMൻ്റെ ഭീഷണി. പക്ഷേ ആ ഭീഷണി വകവയ്ക്കാതെ അതേ ക്ഷേത്ര മൈതാനിയിൽ തന്നെ ബാലഗോകുലത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി നടത്തും എന്ന് സംഘപ്രസ്ഥാനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഖി, ഈ ശ്രീകൃഷ്ണ ജയന്തി ശരിക്കും പറഞ്ഞാൽ ഒരു ആഘോഷമായി മാറ്റിയത് തന്നെ ബാലഗോകുലമാണ്. അതിനു മുമ്പ് കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കേരളം മുഴുവൻ വ്യാപിച്ച് നമ്മുടെ നാട് മുഴുവൻ വലിയ ശോഭായാത്രകളായി മാറുന്ന നിലയിലേക്ക് ബാലഗോകുലത്തിനും സംഘപ്രസ്ഥാനങ്ങൾക്കും ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ മാറ്റാൻ കഴിയുമെങ്കിൽ അത് പിണറായി വിജയൻ്റെ കാലഘട്ടങ്ങളിലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതൊന്നും തടയാനൊന്നും ആർക്കും ഈ നാട്ടിൽ കഴിയില്ല എന്ന സന്ദേശം ഒരിക്കൽ കൂടി നൽകുകയാണ്. ഗൗതം, എന്തായാലും നമുക്ക് സംസ്ഥാനത്ത് നിന്ന് മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വിവരങ്ങൾ ശ്രീനന്ദ നൽകും. ശ്രീനന്ദ, എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ്? സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. 6 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ല. ഓണം നാളെ പൊടി പിടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അതെ. മഴ മഴ മുന്നറിയിപ്പ് എന്നുള്ള വാർത്ത വരുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചതേ ഉള്ളൂ. അതെ. യെസ്, എന്തായാലും മഴ വരില്ല എന്ന വിശ്വസിക്കാം അല്ലേ? ചിങ്ങമാസത്തിൽ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കർക്കിടകത്തിൽ അങ്ങ് പെയ്ത് തോരുന്നതാണ് നല്ലത്. ചിങ്ങത്തിൽ ഒരു വസന്തത്തിന്റെ അന്തരീക്ഷം വേണം. മഴക്കാറ് പോലും നമുക്ക് മനസ്സിന് ഒട്ടും സുഖം നൽകില്ല. അപ്പോൾ നമുക്ക് ഈ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് പുത്തൻ പുലരി അവസാനിപ്പിക്കാം. നന്ദി, നമസ്തേ. നമസ്തേ.